നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലെ പ്രോബ്ലംസ് ഓൺ ഏജസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത്. ഈ പ്രോബ്ലംസ് ഓൺ ഏജസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കാണാതെ പഠിക്കേണ്ടതായിട്ടോ അല്ലെങ്കിൽ ഷോർട്ട് കട്ട് ട്രിക്സോ അങ്ങനെ ആയിട്ടൊന്നുമില്ല. നമ്മൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. പാസ്റ്റ്, അതായത് പഴയ എന്തെങ്കിലും ഏജിനെ പറ്റി എന്തെങ്കിലും കാണും, ഇപ്പോൾ പ്രസന്റ് ആയിട്ട് ഇപ്പോഴത്തെ ഏതെങ്കിലും ഏജിനെ പറ്റി എന്തെങ്കിലും കാണും, അല്ലെങ്കിൽ ഫ്യൂച്ചർ ഏജിനെ പറ്റി എന്തെങ്കിലും കാണും. കറക്റ്റായിട്ട് വായിക്കുക, അതിനെ സെപ്പറേറ്റ് ചെയ്യുക, സോൾവ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ പ്രോബ്ലംസ് ഓൺ ഏജസിന്റെ നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പിന്നെ ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്ത് ഓപ്ഷൻസിൽ നിന്നും ട്രൈ ചെയ്യാൻ പറ്റും. അതേപോലെ ആൻസർ ശരിയാണോ എന്നുള്ളതെല്ലാം നമുക്ക് ഓപ്ഷൻസിൽ നിന്നും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് പ്രോബ്ലംസ് ഓൺ ഏജസ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് പ്രസന്റ് ഏജിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എഴുതുക. പാസ്റ്റ് ഏജ്, കഴിഞ്ഞ കാര്യത്തിനെ പറ്റി എന്തെങ്കിലും, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചറിനെ പറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് എഴുതുക. അതായത് സെപ്പറേറ്റ് ചെയ്യുക, ഓരോന്നും അത് സോൾവ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ സപ്പോസ് ഇപ്പം എന്റെ ഏജ് എക്സ് ആണെന്ന് വിചാരിക്കുക. ഇപ്പൊ എന്റെ ഏജ് എക്സ് ആണെന്ന് വിചാരിക്കുക. 10 വർഷം കഴിയുമ്പോൾ എന്റെ ഏജ് എന്തായിരിക്കും? ആഫ്റ്റർ 10 years എന്റെ ഏജ് എന്തായിരിക്കും? എക്സ് പ്ലസ് 10 അല്ലേ? എക്സ് പ്ലസ് 10. ഓക്കെ, അതേപോലെ 8 വർഷം മുന്നേ, 8 years ബാക്ക് എന്റെ ഏജ് എന്തായിരിക്കും? എന്റെ ഏജ് എന്തായിരിക്കും? എക്സ് മൈനസ് 8 അല്ലേ? അപ്പൊ പാസ്റ്റിലോട്ട് പോകുമ്പോൾ സബ്ട്രാക്ട് ചെയ്യും, ഫ്യൂച്ചറിലോട്ട് പോകുമ്പോൾ പ്ലസും ചെയ്യും. ഓക്കെ, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഓക്കെ, ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ കറക്റ്റ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുക, സോൾവ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, Sachin's age after 15 years will be 5 times his age 5 years back. What is the present age of Sachin? Options are 9 years, 10 years, 11 years, 12 years. Sachin's age after 15 years will be 5 times his age 5 years back. What is the present age of Sachin? Present age ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ സച്ചിന്റെ പ്രസന്റ് ഏജ് എന്ന് പറയുന്നത് ഞാൻ എക്സ് ആയിട്ട് എടുത്തു. ഇപ്പോഴത്തെ ഏജ് എക്സ് ആയിട്ട് എടുത്തു. ഇനി എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? സച്ചിൻസ് ഏജ് ആഫ്റ്റർ 15 years. ആഫ്റ്റർ 15 years എന്തായിരിക്കും? എക്സ് പ്ലസ് 15 അല്ലേ? 15 വർഷം കഴിയുമ്പം എക്സ് പ്ലസ് 15. ഇതെന്ന് പറയുന്നത് 5 times his age 5 years back. 5 years ബാക്കിൽ എന്തായിരിക്കും? എക്സ് മൈനസ് 5 ആയിരിക്കത്തില്ല. അപ്പൊ എക്സ് പ്ലസ് 5 എന്ന് പറയുന്നത്, എക്സ് പ്ലസ് 15 എന്ന് പറയുന്നത് 5 into എക്സ് മൈനസ് 5 എന്ന് കിട്ടി. സോൾവ് ചെയ്തേ. 5x മൈനസ് 25. എക്സ് അങ്ങോട്ട് കൊണ്ടുപോയി 4x എന്ന് പറയുന്നത് 25 ഇങ്ങോട്ടും കൊണ്ടുവന്നു. 4x ഈക്വൽ ടു 40, എക്സ് ഈക്വൽ ടു 10 years എന്ന് കിട്ടി. അതായത് സച്ചിന്റെ പ്രസന്റ് ഏജ് എക്സ് എന്ന് പറയുന്നത് 10 years എന്ന് കിട്ടി. അതായത് ഓപ്ഷൻ ബി എന്ന് കിട്ടി. നമ്മളിനകത്ത് എന്താ ചെയ്തേ? പ്രസന്റ് ഏജ് എക്സ് ആയിട്ട് എടുത്തു. അതായത് കണ്ടുപിടിക്കേണ്ടത് 15 വർഷം കഴിയുമ്പോഴുള്ള പ്രായം എന്ന് പറയുന്നത് എക്സ് പ്ലസ് 15. അതെന്ന് പറയുന്നത് 5 times his age 5 years back. 5 years ബാക്കിൽ എന്താ? എക്സ് മൈനസ് 5. അപ്പം അത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് 5x മൈനസ് 25, എക്സ് പ്ലസ് 15 എന്ന് പറയുന്നത് 5x മൈനസ് 25. സോൾവ് ചെയ്യുന്നതുകൊണ്ട് എക്സ് എന്ന് പറയുന്നത് 10 years എന്ന് കിട്ടും. ഓപ്ഷൻ ബി. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ഓപ്ഷൻസ് ചെയ്യുന്നു. ഇത് ഓപ്ഷൻസ് 9, 10, 11, 12 years എന്നാണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് ഓപ്ഷൻസ് ചെയ്യുന്നു നമുക്ക് നോക്കാം. അതായത് എങ്ങനെയാന്ന് വെച്ചാല് സച്ചിൻസ് ഏജ് ആഫ്റ്റർ 15 years എന്ന് പറയുന്നത് 5 times his age 5 years back ആണ്. അതായത് 15 വർഷം കഴിയുമ്പോഴുള്ള പ്രായം എന്ന് പറയുന്നത് 5 times എന്തോ ഒരു ഏജ് ആണ്. ഒരു നമ്പറിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിന്റെ യൂണിറ്റ് ഡിജിറ്റ്, ലാസ്റ്റ് ഡിജിറ്റ് എന്ത് വരും? ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 5 ആയിരിക്കും വരുന്നത്. അപ്പൊ 15 വർഷം കഴിയുമ്പോൾ ഉള്ള പ്രായത്തിന്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 0 അല്ലെങ്കിൽ 5 ആണ്. 15 years ആയതുകൊണ്ട് അത് കുറയ്ക്കുന്നുണ്ടെങ്കിൽ എന്ത് തന്നെ വരും? ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 5 വരത്തുള്ളൂ. 0 അല്ലെങ്കിൽ 5 വരത്തുള്ളൂ. 0 അല്ലെങ്കിൽ 5 യൂണിറ്റ് ഡിജിറ്റ് വന്നേക്കുന്ന ഓപ്ഷൻസ് ഏതാ ഉള്ളത്? ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഏത് ഓപ്ഷനാ ഉള്ളത്? 10 years എന്നുള്ളത്. നമുക്ക് അങ്ങനെ ആലോചിക്കാറ്. ഓക്കെ, ഇത് സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. നമുക്ക് ഇത് 10 years എന്നുള്ളത് നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് വെച്ചിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതല്ലെന്നുണ്ടെങ്കിൽ ഓരോ ഓപ്ഷൻസും ട്രൈ ചെയ്ത് നോക്കാം. ഓപ്ഷൻ ഡി ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ടൈം എടുക്കും ഓരോ നോക്കാൻ. അതല്ലാതെ തന്നെ ഇത് വളരെ സിമ്പിൾ ആണ് സോൾവ് ചെയ്യാൻ. ഇതാണെങ്കിലും വളരെ സിമ്പിൾ ആണ്. പ്രോബ്ലംസ് ഓൺ ഏജിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓപ്ഷൻസ് വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാനും പറ്റും, ഓപ്ഷൻസിൽ നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും പറ്റും. പക്ഷെ അല്ലാതെ തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാവുന്ന മെത്തേഡ്സ് ആണ്. നമുക്ക് ഓപ്ഷൻസ് ട്രൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അടുത്ത നോക്കിയേ. A is 2 years older than B, who is twice as old as C. The total ages of A, B, C, B 27. How old is B? 5, 7, 9, none of these. A is 2 years older than B, who is twice as old as C. Total ages of A, B, C, B 27. How old is B? Okay, നമുക്ക് എങ്ങനെ എഴുതാം? സപ്പോസ് സി എന്ന് പറയുന്നത് ഏജ് എക്സ് ആണെന്ന് വിചാരിക്കുക. സി എക്സ് ആണെന്ന് വിചാരിക്കുക. ബി എന്ന് പറയുന്നത് എത്ര തന്നിട്ടുണ്ട്? ട്വൈസ് ആസ് ഓൾഡ് ആസ് സി. അപ്പൊ 2x നമുക്കറിയാം.
എ എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് ബി യെക്കാട്ടിലും 2 വയസ്സ് കൂടുതൽ തന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് എഴുതിക്കൂടെ? ഓക്കെ, ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഇവരെ എല്ലാരെയും കൂടെ കൂട്ടുന്നുണ്ട് 27 കിട്ടുമെന്ന്. അതായത് 2x + 2 എയുടെ ഏജ്, ബിയുടെ ഏജ്, സിയുടെ ഏജ് ഇതെല്ലാം കൂടെ കൂട്ടുന്നുണ്ട് 27 കിട്ടുമെന്ന് പറഞ്ഞത്. ഇതെല്ലാം കൂടെ കൂട്ടി നോക്കി. 5x + 2 എന്ന് പറയുന്നത് 27, 5x എന്ന് പറയുന്നത് 25, x എന്ന് പറയുന്നത് 5 എന്ന് കിട്ടും. x 5 കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ചോദിച്ചേക്കുന്നത് എന്താ? ഹൗ ഓൾഡ് ഇസ് ബി എന്നാണ്. ബിയുടെ ഏജ് എന്താ? 2 × 5 10 years. 10 years. ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് കിട്ടും. നൺ ഓഫ് ദീസ് എന്നോട് പറഞ്ഞത് സിയുടെ ഏജ് എക്സ് ആയിട്ട് അസ്യൂം ചെയ്തു. ബി എന്ന് പറയുന്നത് ട്വൈസ് ആസ് ഓൾഡ് ആസ് സി. അപ്പൊ 2x ആണ്. ബി യെക്കാളും 2 വയസ്സുള്ള കൂടുതലാണ് എക്ക്. ഇവരെല്ലാവരുടെ കൂട്ടുന്നതാണ് 27 തന്നിട്ടുണ്ട്. അപ്പൊ അത് ഇക്വേറ്റ് ചെയ്തിട്ട് സോൾവ് ചെയ്തു ബിയുടെ ഏജ് കണ്ടുപിടിച്ചു. ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് കിട്ടും. ഇത് നമുക്ക് ഓപ്ഷൻ സി നമുക്കറിയാം. അതായത് നോക്കിയേ, ബി ഈസ് ട്വൈസ് ആസ് ഓൾഡ് ആസ് സി നമുക്ക് തന്നിട്ടുണ്ട്. ബി എന്ന് പറയുന്നത് സിയുടെ ഡബിൾ തന്നിട്ടുണ്ട്. അപ്പൊ ഓപ്ഷൻസ് നോക്കിയേ 5, 7, 9 അതൊക്കെ വരുമോ? ഓഡ് നമ്പേഴ്സ് ആണ് അത് ബിയുടെ. അപ്പൊ ബിയുടെ പകുതി ആയിരിക്കും സി വരുന്നത്. അപ്പൊ 5, 7, 9 വന്ന അതിന്റെ പകുതി എടുക്കുമ്പോൾ എന്താണ്? 0.5 ഡെസിമൽ വരും. ഡെസിമൽ ഒരിക്കലും വരത്തില്ല. കാര്യം ഇവിടെ എല്ലാം 27 years, 2 years ഓൾഡർ, അങ്ങനെ ഡെസിമൽ ഒന്നും മന്തിലൊന്നും തന്നിട്ടില്ല നമുക്ക്. അപ്പൊ നമുക്കറിയാം ഓഡ് നമ്പേഴ്സ് വരത്തില്ല. അപ്പൊ എ ബി സി ഓപ്ഷൻസ് വരത്തില്ല. ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസേ വരത്തുള്ളൂ. അപ്പൊ അത് നമുക്ക് നേരെ നോക്കുമ്പോൾ തന്നെ അത് മനസ്സിലാകുമായിരുന്നു. അപ്പൊ ആ രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ, present age of Samir and Anand are in the ratio 5:4 respectively. Present age of Samir and Anand are in the ratio 5:4 respectively. 3 years hence, their ratio will become 11:9 respectively. What is Anand's present age? 6 years, 8 years, 24 years, 32 years. എന്താ പറഞ്ഞേക്കുന്നത്? 2 പേരുണ്ട്, സാമീറും ആനന്ദും. അവരുടെ ഇപ്പോഴത്തെ ഏജിന്റെ റേഷ്യോ 5:4 ആണ് തന്നിട്ടുണ്ട്. 5:4. 3 years hence. 3 years hence എന്ന് പറയുമ്പോൾ 3 വർഷം കഴിയുമ്പോൾ, 3 years later അവരുടെ റേഷ്യോ എന്ന് പറയുന്നത് 11:9 ആണ്. 11:9. അങ്ങനെയാണെങ്കിൽ ആനന്ദിന്റെ പ്രസന്റ് ഏജ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആനന്ദിന്റെ പ്രസന്റ് ഏജ്. ഓക്കെ, സമീറിന്റെ ആനന്ദിന്റെ ഇപ്പോഴത്തെ ഏജിന്റെ റേഷ്യോ 5:4 ആണ് തന്നിട്ടുണ്ട്. 5:4. 3 വർഷം കഴിയുമ്പോൾ അവരുടെ റേഷ്യോ എത്രയാ? 11:9 ആണ്. അതായത് 3 years കഴിയുമ്പോൾ. ഓക്കെ, ഇത് നമുക്കൊരു മെത്തേഡ് ഉണ്ട്, ഒരു ട്രിക്ക് ഉണ്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ രണ്ട് റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. ഒരു ഗ്യാപ്പ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. അതായത് ഈ റേഷ്യോയുടെ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ നമുക്കൊരു എളുപ്പ വഴിയുണ്ട്. അതെങ്ങനെയാ വരുന്നത്? അപ്പോൾ ആദ്യം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 5 × 9 45, 4 × 11 44. അപ്പൊ 45 - 44 അതിന്റെ ഡിഫറൻസ് എടുക്കുക. നമുക്ക് എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഫസ്റ്റ് റേഷ്യോയുടെ കോൺസ്റ്റന്റ് ആണ് കണ്ടുപിടിക്കുന്നത്. ഫസ്റ്റ് റേഷ്യോയുടെ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എത്രയാണോ ടൈം ഗ്യാപ്പ് എന്നുള്ളത് അത് എടുക്കും ഇൻറ്റു ഈ രണ്ടാമത്തെ റേഷ്യോയുടെ ഡിഫറൻസ് എത്ര? 11 - 9. അപ്പൊ എത്ര വരും? 2 എന്ന് കിട്ടും. 2 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഡിഫറൻസ് എത്രയാ? 1 എന്ന് വരും. 3 × 2 6 ആണ് നമ്മുടെ കോൺസ്റ്റന്റ് എന്ന് കിട്ടും. അതായത് ഈ റേഷ്യോയുടെ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് 6 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് വേണ്ട എന്താ? അമീറിന്റെ ഏജ് ആണ്. അപ്പൊ 4 × ആ കോൺസ്റ്റന്റ് 6. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 24 years. 24 years. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ സി എന്ന് കിട്ടും. ഓപ്ഷൻ സി. ഞാൻ ഒന്നുകൂടെ പറയാം. 2 റേഷ്യോ തന്നിട്ടുണ്ട്, അതിന്റെ ടൈം ഗ്യാപ്പ് ഉണ്ടെന്നുണ്ട്. നമുക്ക് എളുപ്പം സോൾവ് ചെയ്യുന്ന മെത്തേഡാണിത്. എങ്ങനെ ചെയ്യുന്നത്? ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 5 × 9 45, 11 × 4 44. അതിന്റെ ഡിഫറൻസ് എടുക്കുക. 1 എന്ന് കിട്ടും. 1. ഓക്കെ, ഇനി ഈ ഫസ്റ്റ് റേഷ്യോയുടെ കോൺസ്റ്റന്റ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യും? എത്രയാണോ ടൈം ഗ്യാപ്പ്, ഈ രണ്ടാമത്തെ റേഷ്യോ ഡിഫറൻസ് 3 × രണ്ടാമത്തെ റേഷ്യോ ഡിഫറൻസ് എത്ര? 2. 3 × 2 6 ഡിവൈഡഡ് ബൈ ഈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തതിന്റെ ഡിഫറൻസ് അത് 1 ആണ്. അപ്പൊ 3 × 2 ഡിവൈഡ് ബൈ 1 6 എന്ന് കിട്ടും. അതാണ് ഈ ഫസ്റ്റ് റേഷ്യോയുടെ കോൺസ്റ്റന്റ്. അപ്പൊ എന്ത് വരും? ആനന്ദിന്റെ ഏജ് എന്ന് പറയുന്നത് 4 × 6 24 years എന്ന് കിട്ടും. 24 years. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ. പത്മിനി ഈസ് 40 years old and Krishna is 60 years old. How many years ago was the ratio of their ages 3:5? 10 years, 15 years, 20 years, none of these. പത്മിനി ഇപ്പോഴത്തെ ഏജ് എന്ന് പറയുന്നത് 40 വയസ്സാണ്. കൃഷ്ണയ്ക്കോ 60 വയസ്സാണ്. എത്ര വർഷം മുന്നെയാണ് ഇവരുടെ ഏജിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 3:5 വരുന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, 40 വയസ്സാണ് പത്മിനിക്ക്. X years ago ആണെന്ന് വിചാരിക്കുക. മറ്റേ ആൾക്ക് 60 years ആണ്. അത് X years ago. ഇവരുടെ റേഷ്യോ 3:5 കിട്ടണം.
ഇത് ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്തിട്ട് എക്സ് സോൾവ് ചെയ്തിട്ട് ചെയ്യാം ജനറൽ രീതിയിൽ. പക്ഷെ നമുക്ക് ഇതിവിടെ എന്താണ് സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻസ് അപ്ലൈ ചെയ്യാം. ഓപ്ഷൻസ് ഫസ്റ്റ് ഓപ്ഷൻ ഏതാ, 10 years 10 വർഷം മുന്നേ. ഇപ്പൊ പത്മിനിയുടെ പ്രായം 40 ആണെങ്കിൽ 10 വർഷം മുന്നേ എത്ര ആയിരിക്കും, 30 ആയിരിക്കും. ഇപ്പം കൃഷ്ണയുടെ പ്രായം 60 ആണെന്നുണ്ടെങ്കിൽ 10 വർഷം മുന്നേ എത്ര ആയിരിക്കും, 50 ആയിരിക്കും. അവരുടെ റേഷ്യോ എന്ന് പറയുന്നത് എന്ത് തന്നെ കിട്ടും, 3:5 എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ ആൻസർ ഏതാ, ഫസ്റ്റ് ഓപ്ഷൻ എ 10 years എന്നുള്ളതാണ്. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം, ഓപ്ഷൻസ് ജസ്റ്റ് അപ്ലൈ ചെയ്യുക, 3:5 റേഷ്യോ ഏത് കിട്ടുമെന്ന് നോക്കുക, ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കിട്ടും. വളരെ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എക്സ് വെച്ചിട്ട് ഇടുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, സോൾവ് ചെയ്യേണ്ടി വരും. കുറച്ചുകൂടെ ടൈം എടുക്കും. അത് ഈസി ഒക്കെ തന്നെ, പക്ഷേ ഈ ഓപ്ഷൻസ് അപ്ലൈ ചെയ്യുന്നതിന് അത്ര ഈസി അല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. കനിഷ് പ്രസന്റ് ഏജ് ഇസ് 2/5 of his mother. After 8 years, he will be 1/2 of the age of his mother. How old is the mother at present? 24 years, 16 years, 32 years, none of these. കനിഷ്കിന്റെ പ്രസന്റ് ഏജ്, ഇപ്പോഴത്തെ ഏജ് എന്ന് പറയുന്നത് മദറിന്റെ ഏജിന്റെ 2/5 ആണ്. ആഫ്റ്റർ 8 years he will be 1/2 of the age of his mother. ഓക്കെ, മദറിന്റെ ഏജ് എക്സ് ആണെങ്കിൽ കനിഷ്കിന്റെ ഏജ് എത്രയാണ്, 2/5 of എക്സ് ആണ്, മദറിന്റെ ഏജ് ആണ്. ഇതാണ് നമുക്ക് തന്നേക്കുന്നത്. ആഫ്റ്റർ 8 years he will be 1/2 of the age of his mother. How old is the mother at present? ആഫ്റ്റർ 8 years കനിഷ്കിന്റെ ഏജ് എത്രയാ, +8 എന്ന് പറയുന്നത് ഹാഫ് ഓഫ് മദേഴ്സ് ഏജ് 8 years കഴിയുമ്പോഴാണ്. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്യാം. എന്ത് വരും, നമുക്ക് ഇത് 2x + 40/5 എന്ന് എഴുതാം. x + 8/2 അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് 4x + 80 എന്ന് പറയുന്നത് 5x + 40. x എന്ന് പറയുന്നത് 40 years എന്ന് കിട്ടും. അതായത് മദറിന്റെ ഏജ് 40 years എന്ന് കിട്ടും. നമുക്ക് എന്താ കിട്ടുന്നത്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് എന്ന് കിട്ടും. ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് എന്ന് പറയും. മദറിന്റെ ഏജ് എക്സ് ആയിട്ട് എടുത്തു, കനിഷ്കിന്റെ ഏജ് എത്ര, 2/5 തന്നിട്ടുണ്ട്. 8 വർഷം കഴിയുമ്പോൾ അവരുടെ ഏജ് എത്ര, +8. ഇവരുടെ +8, അത് ഹാഫ് ആണ് തന്നിട്ടുണ്ട്. ഹാഫ് ഓഫ് x + 8 സിംപ്ലിഫൈ ചെയ്തു. 2x + 40/5 എന്ന് പറയുന്നത് x + 8/2. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുന്നതുകൊണ്ട് മദറിന്റെ ഏജ് എന്ന് പറയുന്നത് 40 വയസ്സെന്ന് കിട്ടും. 40 വയസ്സ് നൺ ഓഫ് ദീസ് എന്ന് കിട്ടും. അപ്പൊ കനിഷ്കിന്റെ ഏജ് 2/5 ഓഫ് ദ മദർ തന്നിട്ടുണ്ട്. അപ്പൊ മദറിന്റെ ഏജ് എന്തായാലും 5ന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും അല്ലെ, 2/5 ഓഫ് എന്ന് പറയുമ്പോൾ. അല്ലെങ്കിൽ ഡെസിമൽ വാല്യൂ വരുന്നത്, ഡെസിമൽ വാല്യൂ വെച്ചിട്ട് എന്തായാലും വരൂല. പ്രോബ്ലംസ് ഓൺ ഏജിന്റെ കേസിൽ മന്ത് വെച്ചിട്ടൊന്നും വലിയ ഇയർ തന്നെ ആയിരിക്കും വരുന്നത്. അപ്പൊ എന്തായാലും എക്സിന്റെ വാല്യൂ ഒരു 5ന്റെ മൾട്ടിപ്പിൾ വരണമായിരുന്നു. അത് ഓപ്ഷനിൽ 24, 16, 32 അതൊന്നും വരുന്നില്ല. അപ്പൊ തന്നെ നൺ ഓഫ് ദീസ് കൊടുക്കാം, എങ്കിൽ സോൾവ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഇപ്പം ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ എടുക്കുക, ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. പ്രസന്റ് ഏജിനെ പറ്റി ഇത് വേണ്ട അത് എഴുതുക, പാസ്റ്റിനെ പറ്റി ഇതിലുണ്ട് അത് എഴുതുക, ഫ്യൂച്ചറിനെ പറ്റി ഇതിലുണ്ട് അത് എഴുതുക. എന്നിട്ട് നന്നായിട്ട് വായിച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് സോൾവ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ചില ക്വസ്റ്റ്യൻസ് ഓപ്ഷൻസ് നിന്ന് പെട്ടെന്ന് കിട്ടും, ഓപ്ഷൻസ് നിന്ന് ട്രൈ ചെയ്ത് പോകാം. ഓക്കെ, അത് നിങ്ങൾ ട്രൈ ചെയ്യുക, എന്നിട്ട് സൊല്യൂഷൻ ചെയ്യുന്നത് നോക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഹെൽപ്പ് ആകത്തുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ആറാമത്തെ ക്വസ്റ്റ്യൻ. The sum of the present ages of father and his son is 60 years. 6 years ago, the father's age was 5 times the age of the son. After 5 years, son's age will be 14 years, 19 years, 20 years, 21 years. എന്താ പറഞ്ഞേക്കുന്നത്, ഫാദറിന്റെയും സണ്ണിന്റെയും പ്രസന്റ് ഏജ് എന്ന് പറയുന്നത് 60 വയസ്സാണ്, 60 years. 6 years ago, the father's age was 5 times the age of the son. 6 വർഷം മുന്നേ ഫാദറിന്റെ ഏജ് എന്ന് പറയുന്നത് മകന്റെ ഏജിനെക്കാളും 5 times ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ സണ്ണിന്റെ ഏജ് 5 വർഷം കഴിയുമ്പോൾ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്കിത് പല രീതിയിൽ എടുക്കാം. ഒന്നെങ്കിൽ പ്രസന്റ് വെച്ച് തുടങ്ങാം, അല്ലെങ്കിൽ 6 years ago വെച്ച് തുടങ്ങാം. എങ്ങനെ വേണമെങ്കിലും തുടങ്ങാം. എങ്ങനെയാണ് നമുക്ക് ഫൈനൽ ആൻസർ കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടത്തുള്ളൂ. ഓക്കെ, നമുക്ക് നോക്കാം. ഞാനിപ്പോ 6 years ago ഉള്ളത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. 6 years ago സണ്ണിന്റെ ഏജ് എക്സ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഫാദറിന്റെ ഏജ് എന്താ, 6 വർഷം മുന്നേ സണ്ണിന്റെ ഏജ് എക്സ് ആണെന്നുണ്ടെങ്കിൽ ഫാദറിന്റെ ഏജ് എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്, 5 times എന്നാ പറഞ്ഞേക്കുന്നത്, 5x എന്ന് വരും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രസന്റ് ഏജ് എന്ത് വരും, സണ്ണിന്റെ ഏജ് ഒരു 6 കൂടെ കൂട്ടിയാൽ പോലെ, x + 6. ഫാദറിന്റെയോ 5x + 6 എന്നും വരും അല്ലെ. ഇനി എന്താ പറഞ്ഞേക്കുന്നത്, പ്രസന്റ് ഏജിനെ പറ്റിയുള്ള റിലേഷൻ എന്താ പറഞ്ഞേക്കുന്നത്, ഇവർ തമ്മിലുള്ള സം എന്ന് പറയുന്നത് 60 തന്നിട്ടുണ്ട്. അപ്പൊ x + 6 + 5x + 6 എന്ന് പറയുന്നത്
60 ആണ്. അപ്പൊ എന്താ 6x എന്ന് പറയുന്നത് 48 എന്ന് കിട്ടും, എക്സ് എന്ന് പറയുന്നത് 8 എന്ന് കിട്ടും, എക്സ് എന്ന് പറയുന്നത് 8 എന്ന് കിട്ടും. അപ്പൊ സണ്ണിന്റെ ഏജ് 8 ഇയേഴ്സ് ആണ്. എപ്പോഴാണ്? 6 വർഷം മുന്നേ. 6 വർഷം മുന്നേ 8 ഇയേഴ്സ് ആണെങ്കിൽ പ്രസന്റ് ഏജ് എത്രയാ? x + 6 14 ഇയേഴ്സ് ആണ്. പക്ഷെ ചോദിച്ചേക്കുന്നത് അതാണോ? ആ മിസ്റ്റേക്ക് വരുന്നത്. 14 ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നേരെ 14 കൊടുക്കരുത്. ചോദിച്ചേക്കുന്നത് എന്താ? 5 വർഷം കഴിയുമ്പോഴുള്ളതാണ്. അപ്പൊ എന്ത് വരും? സണ്ണിന്റെ ഏജ് 19 ഇയേഴ്സ് എന്ന് കിട്ടും. 19 ഇയേഴ്സ് എന്ന് കിട്ടും. ഓക്കെ, ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് 6 ഇയേഴ്സ് എഗോയിൽ സണ്ണിന്റെ ഏജ് എക്സ് ആയിട്ട് എടുത്തു. ഫാദറിന്റെ ഏജ് 5 ടൈംസ് ആണ്, 5x എന്ന് എടുത്തു. അപ്പൊ പ്രസന്റ് ഏജ് എന്ത് വരും? x + 6 ഫാദറിന്റെ ഏജ് 5x + 6 എന്ന് വരും. അപ്പൊ അതിന്റെ സം എന്ന് പറയുന്നത് 60 വന്നിട്ടുണ്ട്. അത് സോൾവ് ചെയ്ത് എക്സിന്റെ വാല്യൂ കിട്ടി, 8 എന്ന് കിട്ടി. അപ്പൊ സണ്ണിന്റെ ഏജ് 6 വർഷം മുന്നേ 8 ആണ്. ഇപ്പോഴത്തെ ഏജ് എത്രയാ? 14 ആണ്. 5 വർഷം കഴിയുമ്പോഴോ 19 ആണ്. അത്രേ ഉള്ളൂ. ഓപ്ഷൻ ബി 19 ഇയേഴ്സ് എന്ന് കിട്ടും. ഇത് ഓപ്ഷൻ സി ട്രൈ ചെയ്ത് ചെയ്യാൻ പറ്റും നമുക്ക്. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അല്ലെ പ്രസന്റ് ഏജിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങോട്ടും വരാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, നമുക്ക് ആൻസർ 19 ഇയേഴ്സ് എന്ന് കിട്ടും. ഓപ്ഷൻ ബി 19 ഇയേഴ്സ് എന്ന് കിട്ടും. ഓക്കെ, 7ാമത്തെ ക്വസ്റ്റ്യൻ, 7th ക്വസ്റ്റ്യൻ. A man has 2 sons. Presently, man's age is thrice the sum of the ages of his 2 sons. 5 years hence, the father's age will be twice the sum of the ages of his son. What is the age of father? 45 years, 50 years, 52 years, 54 years. ഒരാൾക്ക് 2 മക്കളുണ്ട്. ഇപ്പൊ ആ ഫാദറിന്റെ ഏജ് എന്ന് പറയുന്നത് 3 ടൈംസ് സം ഓഫ് ദ ഏജസ്. ആ മക്കളുടെ ഏജിന്റെ സമ്മിന്റെ 3 ടൈംസ് ആണ്. 5 വർഷം കഴിയുമ്പോൾ ഫാദറിന്റെ ഏജ് എന്ന് പറയുന്നത് 2 ടൈംസ് ആ മക്കളുടെ ഏജിന്റെ സം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഫാദറിന്റെ ഏജ് എത്രയാണെന്നാണ് ചോദ്യം. ഫാദറിന്റെ ഏജ് എത്രയാണ്? ഓക്കെ, മക്കളുടെ 2 പേരുടെയും കൂടെ സം എന്ന് പറയുന്നത് ഇപ്പം എക്സ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഫാദറിന്റെ ഏജ് എത്രയാണ്? 3 ടൈംസ് എക്സ് ആണ്. അതാണ് ഇപ്പൊ പ്രസന്റ്ലി ഇപ്പൊ പറഞ്ഞേക്കുന്നത്. പ്രസന്റ് കണ്ടീഷനിൽ ഇപ്പം സണ്ണിന്റെ 2 പേരുടെയും കൂടെ ഏജ് എക്സ് ആണെങ്കിൽ ഫാദറിന്റെ ഏജ് 3 ടൈംസ് എക്സ് ആണ്. നമുക്ക് തന്നിട്ടുണ്ട്. 5 വർഷം കഴിയുമ്പോൾ ആഫ്റ്റർ 5 ഇയേഴ്സ് എന്ത് സംഭവിക്കും? ഫാദറിന്റെ ഏജ് എന്ന് പറഞ്ഞാൽ എത്രയാകും? 3x + 5 ആകും. സണ്ണ് 2 പേരുടെ മക്കളുടെ ഏജ് എന്താകും? x + 5 ആണോ? അല്ല, 2 മക്കളുണ്ട്. അപ്പൊ 5 വർഷം കഴിയുമ്പോൾ ഒരാളുടെ 5 വയസ്സുണ്ട്, മറ്റേ ആളുടെ 5 വയസ്സുണ്ട്. അപ്പൊ മൊത്തം എത്ര ആവും? 10 വയസ്സ് കൂടും. 10 വയസ്സ് കൂടും. അതാണ് മിസ്റ്റേക്ക് പറ്റാൻ പോകുന്നത്. അത് പറ്റരുത്. 2 മക്കൾ ഉള്ളത് കൊണ്ട് അവിടെ x + 10 എന്ന് വരും. ഇതെന്ന് പറഞ്ഞാൽ 2 ടൈംസ് ആണ് തന്നിട്ടുണ്ട്. 2 ടൈംസ് ഫാദറിന്റെ ഏജ് എന്ന് പറയുന്നത് 2 ടൈംസ് മക്കളുടെ 2 പേരുടെയും ഏജ് ആണ് തന്നിട്ടുണ്ട്. അപ്പൊ സിംപ്ലിഫൈ ചെയ്യുക. എക്സ് എന്ന് പറയുന്നത് 15 എന്ന് കിട്ടും. അപ്പൊ ഫാദറിന്റെ പ്രസന്റ് ഏജ് എന്ന് പറയുന്നത് 3 × 15 45 ഇയേഴ്സ് എന്ന് കിട്ടും. 45 വയസ്സ്. ഓപ്ഷൻ എ എന്ന് കിട്ടും. ഓപ്ഷൻ എ. അപ്പൊ നമ്മളിവിടെ എന്താ ചെയ്തേ? മക്കളുടെ 2 പേരുടെയും കൂടെ ഉള്ള സം എന്ന് പറയുന്നത് എക്സ് ആയിട്ട് അസ്യൂം ചെയ്തു. അത് 3 ടൈംസ് എക്സ് ആണ് ഫാദറിന്റെ ഏജ്. ഓക്കെ, 5 വർഷം കഴിയുമ്പോൾ ഫാദറിന്റെ ഏജ് 3x + 5. മക്കളുടെ ഏജ് x + 5 അല്ല, x + 10 ആണ്. 2 മക്കളുള്ളതാണ്. ഇനി അത് നമ്മൾ ഇക്വേറ്റ് ചെയ്ത് സോൾവ് ചെയ്തു. ഫാദറിന്റെ ഏജ് 45 ഇയേഴ്സ് എന്ന് കിട്ടി. ഓപ്ഷൻ എ എന്ന് കിട്ടി. നമുക്ക് ഓപ്ഷൻ സി ട്രൈ ചെയ്ത് നോക്കായിരുന്നു. ഫസ്റ്റ് ഓപ്ഷൻ എടുത്താൽ എന്താ? 45 ഇയേഴ്സ്. അത് നമുക്കിപ്പോൾ കറക്റ്റ് ആൻസർ ആണെന്ന് അറിയാം. 45 ഇയേഴ്സ്. അപ്പം ഫാദറിന്റെ ഏജ് 45 ആണെങ്കിൽ മക്കളുടെ സം എത്ര വരും? 15 എന്ന് കിട്ടും. കാര്യം 3 ടൈംസ് ആണ്. 15 എന്ന് കിട്ടും. ഇനി 5 വർഷം കഴിയുമ്പോൾ ഫാദറിന്റെ ഏജ് എത്ര ആവും? 45 50 ആവും. ഓക്കെ, മക്കളുടെ ഏജോ? മക്കളുടെ ആണെങ്കിൽ 15 ആയിരുന്നു. 5 വർഷം കഴിയുമ്പോൾ 2 പേരും കൂടെ 10 കൂടും. അപ്പൊ 25 ആകും. അതെന്ന് പറഞ്ഞാൽ 2 ടൈംസ് 25 ആണ് 50 എന്ന് പറയുമ്പോൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആകും. ഓപ്ഷൻ എ എന്ന് കിട്ടും. അപ്പൊ ഓപ്ഷൻ സി ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും നമുക്ക്. ഓക്കെ, ഓപ്ഷൻ എ 45 ഇയേഴ്സ് എന്ന് കിട്ടും. 45 ഇയേഴ്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 8th ക്വസ്റ്റ്യൻ. കൺസിഡർ 5 siblings born apart by 3 years each. The sum of all the ages of the children is 50 years. What is the age of the youngest child? 3 years, 4 years, 5 years, 6 years. 5 സിബ്ലിങ്സ് ഉണ്ട്. 3 വർഷം ഗ്യാപ്പിലാണ് എല്ലാവരും ഉണ്ടായിരിക്കുന്നത്. ഇവരുടെ എല്ലാവരുടെയും സം എന്ന് പറയുന്നത് 50 വയസ്സാണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ചെറിയ ആളുടെ പ്രായം എത്രയാണെന്നാണ് ചോദ്യം. ഇവരുടെ എല്ലാവരുടെയും കൂടെ ഉള്ള സം 50 ആണ്. 5 മക്കളുമാണ് ഉള്ളത്. അപ്പൊ ആവറേജ് എത്ര ശരിക്കും? ആവറേജ് എന്ന് പറയുന്നത് ടോട്ടൽ സം നമുക്കറിയാം 50 ആണ്. 5 പേരാണുള്ളത്. 50/5 10 ആണ്. 10 വയസ്സാണ് ആവറേജ് എന്ന് പറഞ്ഞു. ഈ ആവറേജ് ഏജ് ഉള്ള ഏത് ചൈൽഡിനായിരിക്കും ആവറേജ് ഏജ് ഉള്ളത്? നടുക്കത്തെ ആൾക്കല്ലേ? മൊത്തം 5 മക്കളാണുള്ളത്. അപ്പൊ ഈ 3ാമത്തെ ആൾക്കാണ് എന്ത്? 10 വയസ്സുള്ളത്. 2ാമത്തെ ആൾക്ക് എത്ര ആയിരിക്കും? 7 വയസ്സ്. ആദ്യത്തെ ആൾക്കോ 4 വയസ്സ്. അപ്പൊ നമുക്ക് കിട്ടേണ്ട ആൻസർ 4 ഇയേഴ്സ്. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ബി. മനസ്സിലായോ? അപ്പൊ 50 ആണ് 5 മക്കളുടെയും കൂടെ ഉള്ള പ്രായം. 50 വയസ്സ്. 5 മക്കൾക്ക് 50 വയസ്സാണെങ്കിൽ ഒരാളുടെ ആവറേജ് ഏജ് എത്ര? 10 വയസ്സാണ്. അതാണ് ആർക്ക്?
നടുക്കത്തെ ആൾക്ക്. ഇപ്പൊ 10 വയസ്സ് നടുക്കത്തെ ആൾക്കാണെങ്കിൽ തൊട്ട് ബാക്കിലത്തെ ആൾക്ക് 7 വയസ്സ്, അതിന്റെ ബാക്കിലത്തെ ആൾക്ക് എത്ര വയസ്സാണ്? 4 വയസ്സാണ്. അപ്പൊ ഓപ്ഷൻ ബി. വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യായിരുന്നു. 8th ക്വസ്റ്റ്യൻ. ഓക്കെ, 9ാമത്തെ ക്വസ്റ്റ്യൻ. കൺസിഡർ 2 siblings. One of them is elder than the other by 20 years. 10 years ago, the elder one was twice the age of the younger one. What is the age of the elder person? 40 years, 45 years, 55 years, none of these. ക്വസ്റ്റനിൽ എന്താ പറഞ്ഞേക്കുന്നത്? 2 siblings ഉണ്ട്. അവർ തമ്മിലുള്ള ഏജ് ഗ്യാപ്പ് എത്ര തന്നിട്ടുണ്ട്? 20 വയസ്സാണ് തന്നിട്ടുണ്ട്. ഓക്കെ, 10 വർഷം മുന്നേ 10 years ago എൽഡർ വൺ, മൂത്ത ആളെന്ന് പറയുന്ന ഇളയാളെക്കാളിലും 2 മടങ്ങ് ഏജ്, 2 times ഏജ് തന്നിട്ടുണ്ട്. ട്വൈസ് ദ ഏജ് ഓഫ് ദ യങ്ങർ സൺ എന്ന് തന്നിട്ടുണ്ട്, യങ്ങർ വൺ തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എൽഡർ ആളുടെ ഏജ് എത്രയാണെന്നാണ്, ഇപ്പോഴത്തെ പ്രസന്റ് ഏജ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. 40 years, 45 years, 55 years, none of these. എങ്ങനെ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. 10 years agoയിൽ സ്റ്റാർട്ട് ചെയ്തു. 10 years agoയിൽ യങ്ങർ ആളുടെ ഏജ് എക്സ് ആണെന്ന് അസ്യൂം ചെയ്യും. എക്സ് ആണെന്ന് വിചാരിക്കും. അപ്പൊ എൽഡർ ആളുടെ എത്രയാണ്? എൽഡർ ആളുടെ 2 മടങ്ങ് തന്നിട്ടുണ്ട്. 2 times 2x ആണ് അല്ലേ? പിന്നെ എന്താ തന്നേക്കുന്നത്? ഇവർ തമ്മിലുള്ള ഏജ് ഗ്യാപ്പ് എന്ന് പറയുന്നത് 20 years. ഇവർ തമ്മിൽ 20 വയസ്സിന്റെ വ്യത്യാസമാണ് തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഈ പ്രോബ്ലംസ് ഓൺ ഏജസിനകത്ത് നമുക്ക് പലപ്പോഴും ഇപ്പൊ കണ്ടു, ഇപ്പം ഫാദറും സണ്ണും ഇപ്പം 3 times ഏജ് ആണെന്നുണ്ടെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ 2 മടങ്ങാകും. അങ്ങനെയൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട്. പല വേരിയേഷൻസും എല്ലാം തന്നിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം മാത്രം എന്തായിരിക്കും? എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഇപ്പൊ 2 പേരുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള റിലേഷൻ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. എന്താണത്? അവർ തമ്മിലുള്ള ഏജിന്റെ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും മാറുന്നില്ല. ഇപ്പൊ ഞാനും എന്റെ ബ്രദറും, ഓക്കെ, ഞങ്ങൾ തമ്മിലുള്ള ഏജ് ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും മാറുന്നില്ല, സെയിം തന്നെ ആയിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ അത് എപ്പോഴും നോട്ട് ചെയ്ത് വെച്ചേക്കാം. 2 പേര് തമ്മിലുള്ള ഏജ് ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും എന്താണ്? മാറത്തില്ല, എപ്പോഴും അത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ഇവർ തമ്മിലുള്ള ഏജ് ഗ്യാപ്പ് എന്ന് പറയുന്നത് 2x മൈനസ് എക്സ്. എക്സ് എന്ന് പറയുന്നത് 20 years ആണ്. നമുക്ക് എക്സ് എന്ന് പറയുന്നത് 20 years എന്ന് കിട്ടി, ഓൾറെഡി തന്നെ കിട്ടി നമുക്ക്. ഇവർ തമ്മിലുള്ള ഏജ് ഗ്യാപ്പ് 20 years ആണ്. അപ്പൊ എക്സ് 20 ആണെങ്കിൽ 2x എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 40 years എന്ന് കിട്ടും. അപ്പൊ എൽഡർ ആള് 10 വർഷം മുന്നേ 40 വയസ്സായിരുന്നു. ഇപ്പോഴത്തെ പ്രായം എത്രയാ? ഇപ്പോഴത്തെ പ്രായം 50 years എന്ന് കിട്ടും. 50 years. അപ്പൊ നമ്മുടെ ആൻസർ 50 years ആണ്. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദീസ്. അപ്പൊ യങ്ങർ ആളുടെ എക്സ് എടുത്താൽ എൽഡർ ആളുടെ 2x ആണ്. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എക്സ് ആണ്, അത് 20 ആണ് നമുക്കറിയാം. അപ്പം എൽഡർ ആള് 40 years കിട്ടും. അതെപ്പോഴാണ്? 10 വർഷം മുന്നേ ആണ്. അപ്പൊ ഇപ്പോഴത്തെ ഏജ് എത്രയാ? 50 വയസ്സെന്ന് കിട്ടും. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ, 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. എ മദർ സെഡ് ടു ഹെർ ഡോട്ടർ, എ മദർ സെഡ് ടു ഹെർ ഡോട്ടർ, ഐ വാസ് ആസ് ഓൾഡ് ആസ് യു ആർ അറ്റ് ദ ടൈം ഓഫ് യുവർ ബർത്ത്. The mother's age is 38 years now. What is the daughter's age 5 years back? 14 years, 19 years, 38 years, none of these. ക്വസ്റ്റ്യൻ മനസ്സിലായോ? എന്താണ് പറയുന്നത്? ഒരു അമ്മ മോളുടെ അടുത്ത് പറയുവാണ്, എനിക്ക് ഇപ്പൊ ആ മോൾക്കുള്ള പ്രായമാണ് ആ മോള് ജനിച്ചപ്പോ ഉണ്ടായിരുന്നത്. അപ്പം ഇപ്പൊ മോളുടെ പ്രായം എത്രയാന്ന് വെച്ചാൽ അതാണ് ആ മോള് ജനിച്ചപ്പോ ആ അമ്മയുടെ പ്രായം. ഓക്കെ, ഇപ്പൊ മദറിന്റെ ഏജ് 38 വയസ്സാണ് തന്നിട്ടുണ്ട്. 38 വയസ്സാണ് മദറിന്റെ ഏജ് എങ്കിൽ ഡോട്ടറിന്റെ 5 വർഷം മുന്നത്തെ ഏജ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ഓക്കെ, എന്താണ് പറയുന്ന മദർ? ആ മോള് ജനിച്ചപ്പം അമ്മയ്ക്ക് ഉണ്ടായിരുന്ന പ്രായമാണ് ഇപ്പൊ ആ മോക്കുള്ളതെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, മദറിന്റെ ഇപ്പോഴത്തെ ഏജ് 38 വയസ്സുമാണ്. അങ്ങനെയാണെങ്കിൽ ഡോട്ടറിന്റെ ഏജ് 5 വർഷം മുന്നേ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, മദറും ഡോട്ടറും 2 പേരുണ്ട്. ഇപ്പൊ പ്രസന്റ് ഏജ് ആണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. പ്രസന്റ് ഏജ് മദറിന്റെ എത്രയാണ്? 38 തന്നിട്ടുണ്ട്. ഡോട്ടറിന്റെ എക്സ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, മോള് ജനിച്ച സമയത്ത് അപ്പൊ മദറിന്റെ ഏജ് എന്തായിരിക്കും? ഇപ്പൊ ഉള്ള ഡോട്ടറിന്റെ ഏജ് തന്നെയല്ലേ, ഇപ്പം മകൾക്ക് എത്രയാണ് പ്രായം? അതായിരുന്നു അമ്മയുടെ പ്രായം എന്ന് പറയുന്നത്. അപ്പൊ എക്സ് ആയിരിക്കും. ഓക്കെ, മകൾ ജനിച്ചപ്പോ മകളുടെ പ്രായം എത്രയാ? 0. പ്രായമൊന്നുമില്ല, 0. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ എഴുതാം? ഇവര് തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴേലും മാറുമോ? ഇല്ല. അവർ തമ്മിലുള്ള ഏജ് ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പം 38 മൈനസ് എക്സ് എന്ന് പറയുന്നത് എക്സ് എന്ന് എഴുതി കൂടെ അല്ലേ? അപ്പൊ നമുക്ക് 2x എന്ന് പറയുന്നത് 38 എന്ന് കിട്ടി, എക്സ് എന്ന് പറയുന്നത് 19 years എന്ന് കിട്ടി. അതായത് മകളുടെ ഇപ്പോഴത്തെ പ്രായം എന്ന് പറയുന്നത് 19 വയസ്സാണ്. അതായത് മകൾ ജനിച്ചപ്പം അമ്മയുടെ പ്രായം എത്രയായിരുന്നു? 19 വയസ്സായിരുന്നു. ഓക്കെ, ചോദിച്ചേക്കുന്ന പെർസെന്റേജ് ആണോ? അല്ല, 5 വർഷം ബാക്കിലോട്ട്, 5 years ago. അപ്പൊ എത്ര വയസ്സ് കിട്ടും? 19 മൈനസ് 5, 14 years എന്ന് കിട്ടും. 14 years. ഓപ്ഷൻ എ, 14 years എന്ന് കിട്ടും. 14 years. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ, 11ാമത്തെ ക്വസ്റ്റ്യൻ.
In 10 years, x will be twice as old as y was 10 years ago. If x is now 9 years older than y, then present age of y is 38 years, 39 years, 40 years, 41 years. ഓക്കെ, എന്താ പറഞ്ഞേക്കുന്നത്? ഇൻ 10 years, 10 വർഷം കഴിയുമ്പോൾ എക്സിന്റെ ഏജ് എന്ന് പറയുന്നത് ട്വൈസ് ആസ് ഓൾഡ് ആസ് വൈ വാസ് 10 years ago. 10 വർഷം മുന്നേ ഉള്ള വൈയുടെ ഏജിന്റെ ട്വൈസ് ഏജ് ആണ് എക്സിന്റെ ഏജ് 10 വർഷം കഴിയുമ്പോഴെന്നാണ് പറഞ്ഞേക്കുന്നത്. എക്സ് എന്ന് പറയുന്നത് വൈയെക്കാട്ടിലും 9 years ഓൾഡർ ആണ്. അവരുടെ ഏജ് ഗ്യാപ്പ് നമുക്ക് 9 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രസന്റ് ഏജ് ഓഫ് വൈ, ഇപ്പോഴത്തെ വൈയുടെ ഏജ് എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, എക്സിന്റെ ഏജ് 10 വർഷം കഴിയുന്ന ഉടനെ എക്സ് പ്ലസ് 10 ആണല്ലോ, 2 times വൈയുടെ ഏജ് 10 വർഷം മുന്നേ തന്നിട്ടുണ്ട്. ഓക്കെ, വൈയുടെ ഏജ് ആണ് കണ്ടുപിടിക്കേണ്ടത്, പ്രസന്റ് ഏജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? എക്സ് എന്ന് പറയുന്നത് 9 years ഓൾഡർ ദാൻ വൈ ആണ്. അപ്പൊ വൈയെക്കാട്ടിലും 9 years ഓൾഡർ ആണ്. അപ്പൊ എക്സിന് വരെ നമുക്ക് എന്ത് കൊടുക്കാം? വൈ പ്ലസ് 9 എന്ന് കൊടുക്കാമല്ലോ. പ്ലസ് 10 ഈക്വൽ ടു 2 ഇൻറ്റു വൈ മൈനസ് 10. ഇനി സോൾവ് ചെയ്ത് വൈ പ്ലസ് 19 ഈക്വൽസ് 2y മൈനസ് 20. അപ്പൊ വൈ എന്ന് പറയുന്നത് 20 ഇപ്പുറത്തോട്ട് എടുക്കുമ്പോൾ 39 years. 39 years. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി. ഒന്നുകൂടെ പറഞ്ഞത് ക്വസ്റ്റ്യൻ നോക്കി. ഇൻ 10 years, എക്സ് വിൽ ബി ട്വൈസ് ആസ് ഓൾഡ് ആസ് വൈ വാസ് 10 years ago. 10 വർഷം കഴിയുമ്പോൾ എക്സിന്റെ പ്രായം എക്സ് പ്ലസ് 10. അതായത് ട്വൈസ് ആസ് ഓൾഡ് ആസ് വൈ വാസ് 10 years ago. അപ്പൊ വൈ മൈനസ് 10. അതൊന്ന്. ഇനി എന്താ പറയുന്നത്? ഇവർ തമ്മിലുള്ള ഏജ് ഗ്യാപ്പ് 9 years ആണ്. എക്സ് ആണ് ഓൾഡർ. അപ്പൊ വൈയേക്കാൾ 9 വയസ്സിന്റെ കൂടുതലാണ്. അപ്പൊ എക്സിന് പകരം വൈ പ്ലസ് 9 എന്ന് കൊടുത്തു. ഓക്കെ, വൈ പ്ലസ് 19 എന്ന് പറയുന്നത് 2y മൈനസ് 20, വൈ എന്ന് പറയുന്നത് 39 years എന്ന് കിട്ടും. ഓപ്ഷൻ ബി എന്ന് കിട്ടും. നമുക്ക് ഈ ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം ഓരോ ഓപ്ഷൻസിൽ നിന്നും ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും. അതും ഈസി ആയിട്ട് തന്നെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. അതാണ് പ്രോബ്ലം സോൾവേഴ്സിന്റെ ഒരു പ്രത്യേകത. ഞാൻ ആദ്യം പറഞ്ഞതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ദ റേഷ്യോ ഓഫ് ദ പ്രസന്റ് ഏജ് ഓഫ് ആശ ആൻഡ് ബികാഷ് ഇസ് 1:2. ദ പ്രസന്റ് ഏജ് ഓഫ് ആശ ഇസ് 30 years. വാട്ട് വുഡ് ബി ദ ഏജ് ഓഫ് ബികാഷ് ആഫ്റ്റർ 6 years? 66, 55, 44, 88. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ആശയും ബികാഷും തമ്മിലുള്ള ഏജിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:2 ആണ്. ഇത് നമുക്ക് തന്നിട്ടുണ്ട്. പ്രസന്റ് ഏജ് ഓഫ് ആശ എന്ന് പറയുന്നത്, ആശയുടെ പ്രസന്റ് ഏജ് 30 വയസ്സാണ്. അങ്ങനെയാണെങ്കിൽ ബികാഷിന്റെ ഏജ് 6 വർഷം കഴിയുമ്പോൾ എത്രയാണ്? അപ്പൊ ആശയുടെ ഇപ്പോഴത്തെ ഏജ് 30 ആണെന്നുണ്ടെങ്കിൽ ബികാഷിന്റെ ഏജ് എന്തായിരിക്കും? ഒബ്വിയസ്ലി ഡബിൾ ആയിരിക്കും. എത്രയാണ്? 60 years ആണ്. അപ്പൊ പ്രസന്റ് ഏജ് ഓഫ് ബികാഷ് അല്ല നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത്, ആഫ്റ്റർ 6 years ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ എന്ത് വരും? 60 + 6, 66 years എന്ന് കിട്ടും. ഓപ്ഷൻ എ 66 years എന്ന് കിട്ടും. ഇനി ഒന്നുകൂടെ പറയാം. ആശയും ബികാഷും തമ്മിലുള്ള പ്രസന്റ് ഏജിന്റെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്, 1:2 ആണ്. ആശയുടെ ഏജ് തന്നിട്ടുണ്ട് 30 ആണ്. അപ്പൊ ആശയുടെ ഏജ് 30 ആണെങ്കിൽ ബികാഷിന്റെ എത്ര ആയിരിക്കും? നേരെ ഡബിൾ ആയിരിക്കും, 60 ആയിരിക്കും. ബികാഷിന്റെ ഏജ് 6 വർഷം കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം 60 + 6, 66 എന്ന് കിട്ടും. ഓപ്ഷൻ എ 66 years എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 13ാമത്തെ ക്വസ്റ്റ്യൻ. ദ റേഷ്യോ ഓഫ് ഏജസ് ഓഫ് അമിർ ആൻഡ് സോൾമൻ അറ്റ് പ്രസന്റ് is 3:4. 5 years before, that ratio was 2:3. What is the present age of Amir and Solomon? Option A, Amir equal to 10, Solomon equal to 15. Option B, Amir equal to 15, Solomon equal to 20. Option C, Amir equal to 20, Solomon equal to 15. Option D, Amir 15, Solomon 10. എന്താ പറഞ്ഞേക്കുന്നത്? അമീർ സോൾമൻ രണ്ടുപേരുണ്ട്. അവരുടെ പ്രസന്റ് ഏജിന്റെ റേഷ്യോ, അവരുടെ പ്രസന്റ് ഏജിന്റെ റേഷ്യോ 3:4 ആണ്. പ്രസന്റ് ഏജിന്റെ ഇത് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെന്താ തന്നേക്കുന്നത്? 5 വർഷം മുന്നേ 2:3 ആണ്. 2:3 ആണ്. പ്രസന്റ് ഏജ് ഓഫ് അമീർ ആൻഡ് സോൾമൻ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മൾ നേരത്തെ ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്ത് കണ്ടുപിടിച്ചാൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷെങ്കിൽ ഈ പർട്ടിക്കുലർ ക്വസ്റ്റിനകത്ത് നമുക്ക് ഓപ്ഷൻ സി നേരെ ആൻസർ കിട്ടും. എങ്ങനെ കിട്ടും? അമീർ 10ഉം സോൾമൻ 15ഉം വരുമോ പെർസെന്റേജ്? വരില്ല. കാര്യം ഇവരുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 3:4 റേഷ്യോയിലാണ് കിടക്കുന്നത്. അപ്പൊ 10ഉം 15ഉം 3:4 റേഷ്യോയിലല്ല. അടുത്ത അമീർ 15ഉം സോൾമൻ 20, 15ഉം 20 അത് കട്ട് ചെയ്യുന്നുണ്ട്, 5 കൊണ്ട് കട്ട് ചെയ്യണം, 3:4 എന്ന് കിട്ടും. അപ്പൊ ഈ ഒരു ഏജ് മാത്രമേ ഉള്ളൂ ആ ഓപ്ഷൻസിൽ എന്ത് 3:4 റേഷ്യോയിൽ വന്നേക്കുന്നത്. അപ്പൊ ഓപ്ഷൻ ബി 15ഉം 20 എന്നുള്ളതാണ് ആൻസർ. ബാക്കി ഒന്നും 3:4 റേഷ്യോയിലല്ല വന്നേക്കുന്നത് പെർസെന്റേജ്. അപ്പൊ ഡയറക്ട്ലി വേറെ ഒന്നും ചെയ്യാതെ തന്നെ ഓപ്ഷൻസ് നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷൻ ബി അമീർ 15 വയസ്സ്, സോൾമൻ 20 വയസ്സ് എന്നുള്ളത് കിട്ടും. വളരെ ഈസി ക്വസ്റ്റൻ ആയിരുന്നു. എപ്പോഴും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഓപ്ഷൻസിൽ ഒരു കണ്ണ് വേണം. എന്നാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, 14ാമത്തെ ക്വസ്റ്റ്യൻ, 14th ക്വസ്റ്റ്യൻ. If the total ages of Amar and Bikash is 18 years more than the total age of Bikash and Chayan, Chayan is how many years younger than Amar? 36, 25, 20, 18. എന്താ പറഞ്ഞേക്കുന്നത്? അമറും ബികാഷും തമ്മിലുള്ള ഏജിന്റെ സം എന്ന് പറയുന്നത് ബികാഷും ചയനെക്കാട്ടിലും അതിന്റെ സമ്മിനേക്കാളും 18 വയസ്സ് കൂടുതലാന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ചയൻ അമറിനെക്കാട്ടിലും എത്ര വയസ്സ് ഇളയതാണെന്നാണ് ചോദ്യം. ചയൻ അമറിനെക്കാട്ടിലും എത്ര വയസ്സ് ഇളയതാണെന്നാണ് ചോദ്യം. ഓക്കെ, എന്താ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്? അമറും ബികാഷും എന്ന് പറയുന്നത് 18 വയസ്സ് കൂടുതലാണ് ആര്? ബികാഷും ചയനെക്കാട്ടിലും. ഇതാണ് നമുക്ക് തന്നേക്കുന്നതിനുള്ള ആകെ ഇൻഫർമേഷൻ. ഇതാണ് നമ്മൾ ചോദിച്ചേക്കുന്നത്. എന്താ? അമർ ചയനെക്കാട്ടിലും എത്ര വയസ്സ് മൂത്താണ്, അല്ലെങ്കിൽ ചയൻ അമറിനെക്കാട്ടിലും എത്ര വയസ്സ് ഇളയതാണ്. ഇതാണ് നമ്മൾ ചോദിച്ചേക്കുന്നത്. നമുക്ക് ഇതിനകത്ത് തന്നെ ബിയും ബിയും ക്യാൻസൽ ചെയ്തു. അപ്പം അമർ എന്ന് പറയുന്നത് ചയനേക്കാളും 18 വയസ്സ് കൂടുതലാണ്, അല്ലെങ്കിൽ ചയൻ എന്ന് പറയുന്നത് അമറിനെക്കാളും 18 വയസ്സ് കുറച്ചാൽ കിട്ടും. 18 വയസ്സ് യങ്ങർ ആണ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ ഡി 18 ഇയേഴ്സ് എന്ന് കിട്ടും. ഇത് ഡയറക്റ്റ് ആണ്. ജസ്റ്റ് ഒന്ന് ഈ ഒരു സ്റ്റെപ്പ് എഴുതിയാൽ തന്നെ നമുക്ക് ആൻസർ കിട്ടുമായിരുന്നു. ബിയും ബിയും ക്യാൻസൽ ആയിപ്പോ, ബികാഷിന്റെ ഏജ് രണ്ടും ക്യാൻസൽ ആയിപ്പോ നമുക്ക് 18 എന്ന് കിട്ടും. അവർ തമ്മിലുള്ള ഡിഫറൻസ് വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യായിരുന്നു. ഓപ്ഷൻ ഡി 18 ഇയേഴ്സ് എന്ന് കിട്ടും. 18 ഇയേഴ്സ്. അടുത്ത 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. The ratio between the present age of Sabir and Subir is 4:7. After 3 years, Subir's age will be 52. What was the age of Sabir 4 years before? 22 years, 24 years, 26 years, 28 years. Okay. എന്താ പറഞ്ഞേക്കുന്നത്? സാബിറും സുബീറും തമ്മിലുള്ള പ്രസന്റ് ഏജിന്റെ റേഷ്യോ വന്നിട്ടുണ്ട്. ഓക്കെ, സാബിറും സുബീറും തമ്മിലുള്ള പ്രസന്റ് ഏജിന്റെ റേഷ്യോ വന്നിട്ടുണ്ട് 4:7 ആണ്. ഓക്കെ, ഇനി എന്താ വന്നേക്കുന്നത്? സുബീറിന്റെ ഏജ് 3 വർഷം കഴിയുമ്പോൾ 52 തന്നിട്ടുണ്ട്. അപ്പൊ സുബീറിന്റെ പ്രസന്റ് ഏജ് എത്രയാ? സുബീറിന്റെ പ്രസന്റ് ഏജ് എന്ന് പറയുന്നത് എത്ര കിട്ടും നമുക്കപ്പോ? 3 വർഷം കഴിയുമ്പോൾ 52 ആണെങ്കിൽ അതിൽ നിന്ന് ഒരു 3 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? സുബീറിന്റെ പ്രസന്റ് ഏജ് കിട്ടിയില്ലേ? സുബീറിന്റെ പ്രസന്റ് ഏജ് കിട്ടി. സുബീറിന്റെ പ്രസന്റ് ഏജ് നമുക്ക് 49 ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ സബീറിന്റെ ഏജ് എത്രയായിരിക്കും? 28 എന്ന് കിട്ടും. എങ്ങനെയാ കിട്ടുന്നത്? ഈ 4:7 റേഷ്യോ അല്ല, 7 എന്ന് പറയുന്ന 49 ആണോ എന്നുണ്ടെങ്കിൽ എത്ര? ഇൻറ്റു 7 ചെയ്താലാണ് കിട്ടുന്നത്. ഇവിടെ നമ്മൾ നേരെ ഇൻറ്റു 7 ചെയ്തു 28 എന്ന് കിട്ടി. സബീറിന്റെ പ്രസന്റ് ഏജ് 28 ആണ്. പക്ഷെ ചോദിച്ചേക്കുന്നത് അതാണോ? സബീറിന്റെ ഏജ് 4 ഇയേഴ്സ് എഗോ ആണ്. അപ്പൊ 4 ഇയേഴ്സ് എഗോ എന്ത് വരും? 28 - 4 24 ഇയേഴ്സ് എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ ആൻസർ 24 ഇയേഴ്സ് ആണ്. ഓപ്ഷൻ ബി 24 ഇയേഴ്സ് ആണ് നമ്മുടെ ആൻസർ. ഇതെങ്ങനെ ചെയ്തെന്നൂടെ പറയാം. സുബീറിന്റെ പ്രസന്റ് ഏജ് കണ്ടുപിടിച്ചു. എങ്ങനെ? സുബീറിന്റെ ഏജ് 3 വർഷം കഴിയുമ്പോൾ 52 തന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ ഏജ് എത്രയാ? 49 ആണ്. അപ്പൊ 49 കിട്ടി. ഇവരുടെ പ്രസന്റ് ഏജിന്റെ റേഷ്യോ 4:7 ആണ്. അപ്പൊ സുബീറിന്റെ 49 ആണെന്നുണ്ടെങ്കിൽ ഇൻറ്റു 7, അത് കോൺസ്റ്റന്റ് 7 ആണ് കിട്ടി. ഇത് ഇൻറ്റു 7 ചെയ്യുന്നോണ്ട് സബീറിന്റെ പ്രസന്റ് ഏജ് കിട്ടി 28 ആണ്. പ്രസന്റ് ഏജ് അല്ല ചോദിച്ചേക്കുന്നത്, 4 വർഷം ബാക്കിലോട്ടുള്ള ഏജ് ആണ്. അപ്പൊ 4 വർഷം ബാക്കിലോട്ട് 24 വയസ്സിന് കിട്ടും. 24 ഇയേഴ്സ് കിട്ടും. ഓപ്ഷൻ ബി. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത നമുക്ക് 16th ക്വസ്റ്റ്യൻ നോക്കാം. 16th ക്വസ്റ്റ്യൻ. സച്ചിൻ ആൻഡ് രമേശ് is 50 years and 70 years old. How many years ago their age ratio was 3:5? 20, 25, 70, 35. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? സച്ചിന്റെ ഇപ്പോഴത്തെ വയസ്സ് 50 ആണ്, രമേശിന്റെ വയസ്സ് 70 ആണ്. എത്ര വർഷം മുന്നെയാണ് ഇവരുടെ ഏജിന്റെ റേഷ്യോ 3:5 വരുന്നത്? 20, 25, 70, 35. നമ്മൾ സിമിലർ ക്വസ്റ്റ്യൻ നേരത്തെ ചെയ്തതാണ്. സച്ചിന്റെ ഏജ് 50 ആണ്, രമേശിന്റെ ഏജ് 70 ആണ്. ഓക്കെ, എത്ര വർഷം ബാക്കിലോട്ട് പോകുമ്പോഴാണ് ഇവരുടെ ഏജിന്റെ റേഷ്യോ 3:5 വരുന്നത്? അപ്പൊ നമ്മൾ എളുപ്പം എങ്ങനെ ചെയ്യുന്നത്? ഓപ്ഷൻസ് ട്രൈ ചെയ്യാം. ഫസ്റ്റ് ഓപ്ഷൻ ട്രൈ ചെയ്തു. 20 വർഷം മുന്നേ. 20 വർഷം മുന്നേ ഏജ് എത്ര ആവും? 30 ആകും സച്ചിന്റെ. 50 - 20 30. രമേശിന്റെയോ 70 - 20 50 എന്ന് കിട്ടും. അപ്പൊ ഈ റേഷ്യോ എന്ത് കിട്ടും? 3:5 തന്നെ കിട്ടും. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വരും? ഫസ്റ്റ് ഓപ്ഷൻ തന്നെയായിരുന്നു. 20 ഇയേഴ്സ് ആയിരുന്നു. ഡയറക്ട്ലി ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കിട്ടി. മാക്സിമം ഓപ്ഷൻ ഡി വരെ വരും. പക്ഷെ നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ വിത്തിൻ സെക്കൻഡ്സ് തന്നെ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 17ാമത്തെ ക്വസ്റ്റ്യൻ. 17th ക്വസ്റ്റ്യൻ നോക്കിയേ. 17th ക്വസ്റ്റ്യൻ. റിയ is 28 years old and Rajiv is 12 years. In how many years will Riya be twice as old as Rajiv? Options. Option A 1, option B 2, option C 3, option D 4. ഇപ്പൊ റിയയുടെ ഇപ്പോഴത്തെ പ്രായം എന്ന് പറയുന്നത് 28 വയസ്സാണ്. രജീവിന്റെ ഇപ്പോഴത്തെ പ്രായവും
12 വയസ്സാണ്. എത്ര വർഷം കഴിയുമ്പോഴാണ് ഈ റിയയുടെ ഏജ് എന്ന് പറയുന്നത് രജീവിനെക്കാളും ട്വൈസ് ആകുന്നതെന്നാണ് ചോദ്യം. ട്വൈസ് ആകുന്നത് നമുക്ക് ഓപ്ഷൻസ് ഇതാണ് ചെയ്യാം. ഫസ്റ്റ് ഓപ്ഷൻ 1 വർഷം കഴിയുമ്പോൾ 29 13 ആകും. ട്വൈസ് ആണോ? അല്ല. 2 വർഷം കഴിയുമ്പോൾ 30 14 ആകും. അത് ട്വൈസ് ആണോ? അതുമല്ല. ഈ ഓപ്ഷനും അല്ല, ഈ ഓപ്ഷൻ അല്ല. 3 വർഷം കഴിയുമ്പോൾ 31 15 ആകും. ട്വൈസ് ആണോ? അതുമല്ല. ഓപ്ഷൻ ഡി ആയിരിക്കും. അതെല്ലാം ചെയ്ത് നോക്കിയേക്കാം. 4 വർഷം കഴിയുമ്പോൾ 32, ഇയാൾ 16 ആകും. 16 into 2 ആണ് 32. അപ്പൊ എന്താണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. എന്താണ്? 4 ഇയേഴ്സ് കഴിയുമ്പോഴാണ് റിയ എന്ന് പറയുന്നത് രജീവിനെക്കാളും ട്വൈസ് ഏജ് ആകുന്നത്. അപ്പൊ റിയയുടെ ഏജ് 32, രജീവിന്റെ ഏജ് 16 ആകും. ട്വൈസ് ആകും. നമുക്ക് ഓപ്ഷൻ ഡി 4 ഇയേഴ്സ് എന്ന് കിട്ടും. ഓപ്ഷൻ ഡി 4 ഇയേഴ്സ്. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 18ാമത്തെ ക്വസ്റ്റ്യൻ. The ratio of ages of P and Q after 5 years will be 3:5. If the sum of the ages of P and Q at present is 38 years, find the ages of P and Q before 5 years. Options: P10, Q20. Option B, P8 years, Q20 years. Option C, P8 years, Q18 years. Option D, P6 years, Q14 years. ഓക്കെ, എന്താ പറഞ്ഞേക്കുന്നത്? പിയും ക്യൂവും തമ്മിൽ 5 വർഷം കഴിയുമ്പോൾ ഉള്ള ഏജിന്റെ റേഷ്യോ വന്നിട്ടുണ്ട്. എത്രയാണ്? 3:5 തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെന്താ നമുക്ക് തന്നേക്കുന്നത്? പിയും ക്യൂവും തമ്മിലുള്ള സം എന്ന് പറയുന്നത് 38 ഇയേഴ്സ് ആണ് തന്നിട്ടുണ്ട്. ഇപ്പോഴത്തെയാണ്, പ്രസന്റ് ആണ്. പ്രസന്റ് ഏജിന്റെ സം 38 വയസ്സാണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പിയും ക്യൂവിന്റെ ഏജ് 5 വർഷം മുന്നേ എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. 5 വർഷം മുന്നേ എങ്ങനെ ചെയ്യും? നമുക്കിത് ഓപ്ഷൻസിൽ നിന്ന് തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്യാം. എങ്ങനെ ചെയ്യാം? ഇപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ നോക്കി, പിയുടെ ഏജ് 10, ക്യൂയുടെ ഏജ് 20. രണ്ടുകൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 30 കിട്ടും. ഇപ്പൊ പ്രസന്റ് ഏജ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 10 ഇയേഴ്സ് ആഡ് ചെയ്യണം. രണ്ടുപേരുടെ 5 ഇയേഴ്സ് ബാക്കിലേ അല്ലേ ഇത്. അപ്പൊ 10 ഇയേഴ്സ് ആഡ് ചെയ്യണം. അപ്പൊ 40 കിട്ടും. നമുക്ക് കിട്ടേണ്ടത് എത്രയാണ്? 38 ഇയേഴ്സ് ആണ് കിട്ടേണ്ടത്. ഓക്കെ, ഇപ്പൊ പ്രസന്റ് ഏജ് 38 ആണെന്നുണ്ടെങ്കിൽ 5 വർഷം ബാക്കിലോട്ട് പോകുന്ന ഉടനെ 5 ഇയേഴ്സ് ബാക്ക് പി പ്ലസ് ക്യൂ എത്രയാണ്? 28 ഇയേഴ്സ് ആണ് കിട്ടേണ്ടത് 5 ഇയേഴ്സ് ബാക്കിൽ. കാര്യം പിയുടെ ഒരു 5 വർഷവും ക്യൂവിന്റെ ഒരു 5 വർഷം കുറഞ്ഞ് അങ്ങനെ മൊത്തം 10 വർഷം കുറഞ്ഞ് 28 ഇയേഴ്സ് കിട്ടും. അത് പി പ്ലസ് ക്യൂ എന്ന് പറഞ്ഞാൽ 28 ഇയേഴ്സ് ആണ് 5 ഇയേഴ്സ് ബാക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഓപ്ഷനിൽ വരുന്ന ഏതാ നോക്കിയാൽ മതി. ഓപ്ഷനിൽ 28 വരുന്ന ആപ്പാട് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഏതാണ്? ഓപ്ഷൻ ബി, പി ഈക്വൽ ടു 8ഉം ക്യൂ ഈക്വൽ ടു 20. ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ കൂട്ടുന്നുണ്ട് 28 കിട്ടുന്നത്. ബാക്കിയൊന്നും 28 കിട്ടുന്നില്ല. അപ്പൊ നമുക്ക് നേരെ നമുക്ക് എന്ത് എഴുതാം? ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് കിട്ടാം. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് സോൾവ് ചെയ്യാം ഓപ്ഷൻ ചെയ്യും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ 19th ക്വസ്റ്റ്യൻ. ഇതിനകത്ത് ഇപ്പൊ ഇൻ കേസ് വേറൊരു ഓപ്ഷനും 28 വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു അടുത്ത തന്നേക്കുന്ന ഡേറ്റ, അതായത് ആ റേഷ്യോ ഇല്ല, റേഷ്യോ ഓഫ് ഏജസ് ഓഫ് പി ആൻഡ് ക്യൂ ആഫ്റ്റർ 5 ഇയേഴ്സ് 3:5 അത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പൊ നമുക്ക് ഒരു ഓപ്ഷൻ കൂടെ ക്യാൻസൽ ആയിപ്പോ അപ്പൊ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. പക്ഷെ ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളായിരുന്നു, പി പ്ലസ് ക്യൂ 28 ഇയേഴ്സ് കിട്ടുന്ന 5 ഇയേഴ്സ് ബാക്കിൽ. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് തന്നെ ആ ഒറ്റ കണ്ടീഷൻ വെച്ചിട്ട് തന്നെ ബാക്കി എല്ലാ ഓപ്ഷൻസും എലിമിനേറ്റ് ചെയ്യാറുണ്ട്. ചില കേസിൽ ഒരു കണ്ടീഷനും കൂടെ ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 19th ക്വസ്റ്റ്യൻ. The ratio of ages of Rahul and Raju is 5:6. If their age difference is 9 years, find the sum of their ages after 8 years. 111 years, 115 years, 125 years, 103 years. 19th ക്വസ്റ്റ്യൻ. എന്താ പറയുന്നത്? രാഹുലും രാജുവും തമ്മിലുള്ള ഏജിന്റെ റേഷ്യോ, രാഹുലും രാജുവും തമ്മിലുള്ള ഏജിന്റെ റേഷ്യോ എന്ന് പറയുന്നത് എത്ര തന്നിട്ടുണ്ട്? 5:6 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവരുടെ ഏജ് ഡിഫറൻസ് എന്ന് പറയുന്നത് 9 തന്നിട്ടുണ്ട്. ഏജ് ഡിഫറൻസ് എന്ന് പറയുന്നത് 9 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സം ഓഫ് ദെയർ ഏജസ് ആഫ്റ്റർ 8 ഇയേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആഫ്റ്റർ 8 ഇയേഴ്സ്. ഓക്കെ, ഇവരുടെ ഏജ് ഡിഫറൻസ് 9 തന്നിട്ടുണ്ട്. നമുക്ക് ഇവരുടെ റേഷ്യോ തന്നിട്ടുണ്ട് പെർസെന്റേജ് 5:6 ആണ്. ഓക്കെ, ഇവർ തമ്മിലുള്ള ഏജിന്റെ ഡിഫറൻസ് 9 തന്നിട്ടുണ്ടെങ്കിൽ ഈ റേഷ്യോയുടെ ഡിഫറൻസ് 5ഉം 6ഉം ഡിഫറൻസ് 1 ആണ്. അതെന്ന് പറയുന്നത് 9 തന്നിട്ടുണ്ട്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ എടുക്കാം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രാഹുലിന്റെ ഏജ് എന്ത് വരും? 5 into 9 45ഉം രാജുവിന്റെ ഏജ് എന്ത് വരും? 6 into 9 54ഉം വരും അല്ലെ? ചോദിച്ചേക്കുന്നത് എന്താ? 8 ഇയേഴ്സ് കഴിയുമ്പോൾ എത്രയാണെന്നാണ്. അപ്പൊ 8 ഇയേഴ്സ് കഴിയുമ്പോൾ ഇയാളുടെ 53ഉം ഇയാളുടെ 62ഉം ആണ്. ഇത് ആഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് വരും? 115 ഇയേഴ്സ് എന്ന് കിട്ടും. 115 ഇയേഴ്സ്. ഓപ്ഷൻ ഏതാ വരുന്നത്? ഓപ്ഷൻ ബി 115 ഇയേഴ്സ് എന്ന് കിട്ടും. അപ്പൊ നമുക്ക് രാഹുലിന്റെയും രാജുവിന്റെയും പ്രസന്റ് ഏജിന്റെ റേഷ്യോ നമുക്ക് വന്നിട്ടുണ്ട് 5:6 ആണ് പ്രസന്റ് ഏജിന്റെ റേഷ്യോ.
അപ്പം ഇവര് തമ്മിലുള്ള ഡിഫറൻസ് നമുക്കറിയാം 9 ആണ്. അപ്പൊ നേരെ റേഷ്യോയുടെ ഡിഫറൻസ് എടുത്തു. റേഷ്യോ ഡിഫറൻസ് 1 ആണ്. അപ്പൊ റേഷ്യോ ഡിഫറൻസ് 1 ആണ്, അത് 9 എന്ന് കിട്ടി. അപ്പൊ അങ്ങനെയാണ് രാഹുലിന്റെ എത്രയാണ് 5 × 9 45, രാജുവിന്റെ എത്രയാണ് 6 × 9 54. അപ്പൊ അതും കിട്ടി. 8 ഇയേഴ്സ് കഴിയുമ്പോൾ എത്രയാന്ന് നോക്കി അതിന്റെ സമ്മം എടുത്ത് 115 ഇയേഴ്സ് എന്ന് കിട്ടി. ഓക്കെ, ഈ റേഷ്യോ ഡിഫറൻസ് ഇത് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് 5:6 ആണ് റേഷ്യോ എങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 5x ഉം 6x ആണ് രാഹുലിന്റെ ഏജ് എന്നുള്ളത്. ഇവര് തമ്മിലുള്ള ഏജിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാ? 9 തന്നിട്ടുണ്ട്. അതായത് എക്സ് എന്ന് പറയുന്നത് 9 തന്നിട്ടുണ്ട്. അത്രേ ഉള്ളൂ. എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്ത് വരും? 45. ഇതെന്ത് വരും? 54 കിട്ടും. അപ്പം അത്രേ ഉള്ളൂ ചെയ്തേക്കുന്നത്. ആ എക്സിന്റെ ടൈം എടുക്കാതെ ഡയറക്റ്റ് ആയിട്ട് റേഷ്യോ ഡിഫറൻസ് എടുത്ത് അങ്ങ് സോൾവ് ചെയ്യുന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓപ്ഷൻ ബി 115 ഇയേഴ്സ് കിട്ടും. 115 ഇയേഴ്സ്. ഓക്കെ, 4 years ago, the age ratio between Naren and Kunal was 5:6. Present age ratio between Naren and Kunal is 6:7. What would be Naren age after 7 years? 40 years, 45 years, 50 years? None of these. Okay. Present age ratio എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുണ്ട്? നരനും കുനലും തമ്മിൽ പ്രസന്റ് ഏജ് റേഷ്യോ എന്ന് പറയുന്നത് 6:7 തന്നിട്ടുണ്ട്. ഓക്കെ, 4 years agoയോ? 4 years ago നരനും കുനലും തമ്മിലുള്ള ഏജ് റേഷ്യോ എന്ന് പറയുന്നത് 5:6 തന്നിട്ടുണ്ട്. ഇപ്പൊ രണ്ട് ഏജ് റേഷ്യോ ഉണ്ട്, 10 ഗ്യാപ്പ് കൊണ്ട് നമുക്ക് സോൾവ് ചെയ്യാൻ നമുക്ക് നേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ആ മെത്തേഡ് എടുക്കാം. ഓക്കെ, 4 years ago ആണ്. ഓക്കെ, നമുക്ക് പ്രസന്റേജ് റേഷ്യോ അറിയാം. 4 years ago കഴിയുമ്പോൾ 5:6 ആണെന്നറിയാം. അപ്പൊ ഇവിടെ ടൈം ഗ്യാപ്പ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നുള്ളൂ. 4 years ലേറ്റർ ആയാലും 4 years ago ആയാലും ടൈം ഗ്യാപ്പ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 6 × 6 36 മൈനസ് 7 × 5. അപ്പൊ 36 മൈനസ് 35 1 എന്ന് കിട്ടി. ഓക്കെ, ഇനി എത്ര വർഷം കഴിഞ്ഞിട്ടുള്ള റേഷ്യോ ആണ്? 4 years ago ആണ്. 4 years ago ആണ്. ടൈം ഗ്യാപ്പ് എന്ന് പറയുന്നത് അവിടെ 4 ആണ്. 4 × ഈ റേഷ്യോ എത്രയാണ്? ഡിഫറൻസ് 6 - 5 1 ഡിവൈഡഡ് ബൈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തതിന്റെ ഡിഫറൻസ് എത്രയാ? 1. അപ്പൊ നമുക്ക് കോൺസ്റ്റന്റ് 4 എന്ന് കിട്ടി. ഈ ഫസ്റ്റ് റേഷ്യോയുടെ കോൺസ്റ്റന്റ് നമുക്ക് 4 എന്ന് കിട്ടി. 6 × 4 24 ഉം ഇത് നരന്റെ ഏജ്, കുനലിന്റെ ഏജ് 7 × 4 28 എന്ന് കിട്ടി. ചോദിച്ചേക്കുന്ന പ്രസന്റ് ഏജ് വല്ലതും ആണോ? അല്ല, നരന്റെ ഏജ് ആഫ്റ്റർ 7 ഇയേഴ്സ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ആഫ്റ്റർ 7 ഇയേഴ്സ് ആകുമ്പോൾ പ്ലസ് ഒരു 7 ഇയേഴ്സ് കൂടെ വരും. അപ്പം 31 ഇയേഴ്സ് എന്ന് കിട്ടും. നരന്റെ ഏജ് ആഫ്റ്റർ 7 ഇയേഴ്സ് വിൽ ബി 31 ഇയേഴ്സ്. ഓപ്ഷൻസിലില്ല. ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് എന്ന് വരും. ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ വേണേലും ഈ റേഷ്യോ എടുക്കാം കേട്ടോ. ആദ്യം വേണേ 5:6 തിരിച്ച് 6:7 എടുക്കാം. എങ്ങനെ വേണേലും എടുക്കാം. നമ്മൾ ചെയ്യുന്നുണ്ടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിഫറൻസ് അത് ഡിനോമിനേറ്ററിൽ വരും. ന്യൂമറേറ്ററിൽ ടൈം ഗ്യാപ്പ് ഇൻറ്റു രണ്ടാമത്തെ റേഷ്യോയുടെ ഡിഫറൻസ് അതായിരിക്കും ന്യൂമറേറ്ററിൽ വരുന്നത്. രണ്ടാമത്തെ റേഷ്യോ ഡിഫറൻസ് എടുത്തിട്ട് ചെയ്യുന്നുണ്ടെ ഫസ്റ്റ് റേഷ്യോയുടെ കോൺസ്റ്റന്റ് ആയിരിക്കും കിട്ടുന്നത്. ഇത്രയേ ഉള്ളൂ. ഈ കേസിൽ രണ്ടും ഡിഫറൻസ് 1 ആയതുകൊണ്ട് ഡിഫറൻസ് ഒന്നും വരുന്നില്ല. അതല്ലെങ്കിൽ തന്നെ ജനറൽ കേസിലാണെങ്കിലും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഡിഫറൻസ് ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിൽ ടൈം ഗ്യാപ്പ് എഗോ ആണോ ലേറ്റർ അത് നോക്കണ്ട, ടൈം ഗ്യാപ്പ് ഇൻറ്റു രണ്ടാമത്തെ റേഷ്യോയുടെ ഡിഫറൻസ് എടുക്കുമ്പോൾ ഫസ്റ്റ് റേഷ്യോയുടെ കോൺസ്റ്റന്റ് കിട്ടും. അങ്ങനെ ആലോചിച്ച് വെച്ചിരുന്നാണ്. ഫസ്റ്റ് റേഷ്യോയുടെ കോൺസ്റ്റന്റ് 4 എന്ന് കിട്ടി. അപ്പൊ 6 × 4 24 7 × 4 28 എന്ന് കിട്ടി. നരണ്ട മാത്രം എടുത്താൽ മതി, അത് നമുക്ക് വേണ്ട. അപ്പൊ 24 + 7 31 ഇയേഴ്സ് എന്ന് കിട്ടും. 31 ഇയേഴ്സ് നൺ ഓഫ് ദീസ് എന്ന് കിട്ടും. നൺ ഓഫ് ദീസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 21. The age ratio between Rima and Rohit is 4:7. Sum of their ages is 77 years. What would be the ratio of their ages after 7 years? 5:8, 8:5, 3:7, 7:3. ഓക്കെ, എന്താ പറഞ്ഞേക്കുന്നത്? റിമയും റോഹിത്തും തമ്മിലുള്ള ഏജിന്റെ റേഷ്യോ 4:7 തന്നിട്ടുണ്ട്. 4:7. ഓക്കെ, ഇനി എന്താ തന്നിരിക്കുന്നത്? ഇവരുടെ ഏജിന്റെ സമ്മ് എന്ന് പറയുന്നത് 77 ആണ് തന്നിട്ടുണ്ട്. 77. അങ്ങനെയാണെങ്കിൽ ഇവരുടെ റേഷ്യോ എത്രയാണ് ആഫ്റ്റർ 7 ഇയേഴ്സ്? ഓക്കെ, ഇവരുടെ സം നമുക്ക് 77 തന്നിട്ടുണ്ട്. അപ്പൊ ഈ റേഷ്യോയുടെ സം എത്രയാ? 4 + 7 11 ആണ്. 11 എന്ന് പറയുന്നത് 77 ആകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയാണ്? ഇൻറ്റു 7 ചെയ്യണം. അപ്പൊ കോൺസ്റ്റന്റ് നമുക്ക് കിട്ടി. റേഷ്യോയുടെ കോൺസ്റ്റന്റ് കിട്ടി 7 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇത് 28 ഇത് 49 എന്ന് കിട്ടി. റിമയുടെ ഏജ് 28, റോഹിത്തിന്റെ ഏജ് 49 വന്ന് കിട്ടി. ഓക്കെ, ഇനി അത് വെച്ചേക്കുന്നത് എത്ര വർഷം കഴിയുമ്പോഴുള്ള? 7 ഇയേഴ്സ് കഴിയുമ്പോൾ. 7 ഇയേഴ്സ് കഴിയുമ്പോൾ എന്താകും? 35 ഇതെന്താകും? 56 ആവും. ഈ റേഷ്യോ എത്ര വരും? 7 കട്ട് ചെയ്യാം 5:8 എന്ന് കിട്ടും. നമ്മുടെ ഓപ്ഷൻ എ
5:8 ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ എ 5:8. വളരെ സിമ്പിൾ ആയിരുന്നു. റിമയും റോഹിത്തും തമ്മിലുള്ള ഏജിന്റെ റേഷ്യോ വന്നിട്ടുണ്ട് 4:7 ആണ്. ഓക്കെ, ഇവരുടെ സം തന്നിട്ടുണ്ട് 77 ആണ്. അപ്പൊ സം തന്നിട്ടുണ്ട് 77 ആണ്. അപ്പൊ റേഷ്യോ അറിയാം 4:7 ആണ്. അപ്പൊ സം എന്താ റേഷ്യോയുടെ 4 + 7 11 ആണ്. ഈ 11 എന്ന് പറയുന്ന 77 ആകണമെങ്കിൽ എത്രയാണ് വേണ്ടത്? ഇൻറ്റു 7 ചെയ്യണം. അപ്പൊ തന്നെ നമുക്ക് എന്ത് കിട്ടി? റേഷ്യോയുടെ കോൺസ്റ്റന്റ് കിട്ടി. ഈ റേഷ്യോയുടെ കോൺസ്റ്റന്റ് അപ്പൊ നേരെ മൾട്ടിപ്ലൈ ചെയ്യാം. 4 × 7 28, 7 × 7 49. അപ്പൊ നമുക്ക് നേരെ റിമയുടെ റോഹിത്തിന്റെ പ്രായം കിട്ടി 28 49 ആണ്. പക്ഷെ നമ്മൾ ചോദിച്ചേക്കുന്നത് അതല്ല, 7 വർഷം കഴിയുമ്പോഴുള്ള അവരുടെ ഏജിന്റെ റേഷ്യോ ആണ് ചോദിച്ചേക്കുന്നത്. 28 + 7 35, 49 + 7 56 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ എന്ത് വരും? 5:8 എന്ന് കിട്ടും. 5:8. ഓപ്ഷൻ എ. ഓപ്ഷൻ എ. അടുത്ത 22. The average age of mother and daughter is 55 years. The ratio of their age is 41:14. What is the age of mother? 66 years, 72 years, 80 years, 82 years. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് മദറിന്റെ ഏജ് എത്രയാണെന്ന് മനസ്സിലാവും. ഓപ്ഷൻസും കൂടെ നോക്കുന്ന മദറിന്റെ ഏജ് 82 ഇയേഴ്സ് ആണെന്ന് കിട്ടും. കാര്യം എന്താ? മദറിന്റെയും ചൈൽഡിന്റെയും ഡോട്ടറിന്റെയും ഏജിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 41:14 എന്നാണ്. 41:14 എന്നാണ്. ഓക്കെ, ഫസ്റ്റ് റേഷ്യോ, ഫസ്റ്റ് വാല്യൂ ഓപ്ഷൻ എ 66 ഇയേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഡോട്ടറിന്റെ ഏജ് എന്ത് കിട്ടും? ഒരു ഡെസിമൽ വാല്യൂ കിട്ടും. അത് വരില്ല. അടുത്ത ഓപ്ഷൻ എടുത്താൽ അതാണ് പ്രശ്നം. അങ്ങനെ ഓപ്ഷൻ ഡി എടുത്താലാണ് വരുന്നത് എന്ത്? ഓപ്ഷൻ ഡി എടുത്താൽ മദറിന്റെ ഏജ് 82, അതായത് 41ന്റെ ഡബിൾ. അപ്പം ഡോട്ടറിന്റെ ഏജ് എത്രയാ? 28 എന്ന് കിട്ടും. അപ്പൊ മദറിന്റെ ഏജ് 82, ഡോട്ടറിന്റെ ഏജ് 28. അപ്പൊ കറക്റ്റ് ആണ്. അതിന്റെ ആവറേജ് ഇത് രണ്ടും കൂട്ടി ഡിവൈഡ് ബൈ 2 ചെയ്യുന്ന ആവറേജ് എത്ര കിട്ടും? 55 കിട്ടും. നേരെ നോക്കിയാൽ മതി. 41ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വന്നേക്കുന്ന ഓപ്ഷനിൽ ഒന്നേ ഉള്ളൂ, ഓപ്ഷൻ ഡി. മദറിന്റെ ഏജ് 82 ഇയേഴ്സ്. ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിരുന്നു. ഡയറക്റ്റ് ഓപ്ഷനിൽ നമുക്ക് എടുക്കാമായിരുന്നു. വളരെ ഈസി ആയിരുന്നു. ഓക്കെ, 23. The sum of Pindu, Ajay and Nikhil's age is 105 years. 105 years. 5 years ago, the ratio of their ages was 4:6:8. What would be the present age of Nikhil? 35 years, 40 years, 45 years, 50 years. Pindu, അജയും നിഖിലും തമ്മിലുള്ള ഏജ്, അവരുടെ ഏജിന്റെ സം എന്ന് പറയുന്നത് 105 തന്നിട്ടുണ്ട്. ഓക്കെ, 5 വർഷം മുന്നേ അവരുടെ ഏജ് റേഷ്യോ 5 years ago അവരുടെ ഏജ് റേഷ്യോ എന്ന് പറയുന്നത് 4:6:8 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ നിഖിലിന്റെ പ്രായമാണ് ചോദിച്ചേക്കുന്നത്. നിഖിലിന്റെ പ്രായം. ഓക്കെ, 5 years ago അവരുടെ ഏജ് 4x-ഉം 6x-ഉം 8x-ഉം ആണെന്ന് വിചാരിക്കുക. ഓക്കെ, 5 years ago. ഓക്കെ, അപ്പം 4x + 6x + 8x എന്ന് പറയുന്നത് ഈക്വൽ ടു എന്ത് കിട്ടണം എനിക്ക്? പ്രസന്റ് ഏജ് 105 ആണെങ്കിൽ 5 years ago എത്രയായിരിക്കും? 90 ആയിരിക്കത്തില്ലേ? 3 പേരുടെ 5 വെച്ച് കുറയ്ക്കുന്നുണ്ടെ 15 കുറച്ച് ബാക്കി എത്ര വരും? 90 എന്ന് കിട്ടും. ഇതെല്ലാവരും കൂട്ടുന്നുണ്ടെ എത്ര വരും? 18x എന്ന് പറയുന്നത് 90 കിട്ടും, x എന്ന് പറയുന്നത് 5 എന്ന് കിട്ടും. ചോദിച്ചേക്കുന്ന നിഖിലിന്റെ ഏജ് ആണ്. നിഖിലിന്റെ ഏജ് 8x ആണ്. 8 × 5 40 ഇയേഴ്സ് എന്ന് കിട്ടും. ഇത് 5 വർഷം മുന്നേ ആണ് 8x. അപ്പൊ പ്രസന്റ് ഏജ് എത്രയാ? +5. 45 ഇയേഴ്സ് ആണ് നമ്മുടെ ആൻസർ. 45 ഇയേഴ്സ്. 45 ഇയേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഏതാ വരുന്നത്? ഓപ്ഷൻ സി. നമുക്ക് പല രീതിയിൽ ചെയ്യാം കേട്ടോ, പല രീതിയിൽ ചെയ്യാം. നിങ്ങൾ ചെയ്യുന്നതുകൊണ്ട് വേറെ രീതിയിൽ ആൻസർ സെയിം തന്നെ 45 ഇയേഴ്സ് തന്നെ കിട്ടും. ഓക്കെ, ഇവിടെ പിന്റു, അജയ്, നിഖിലിന്റെ ഏജിന്റെ സം 105 തന്നിട്ടുണ്ട്. 5 വർഷം മുന്നേ അവരുടെ ഏജിന്റെ റേഷ്യോ ഉണ്ട് 4:6:8. 4x-ഉം 6x-ഉം 8x-ഉം ആണ് എന്ത്? അവരുടെ ഏജ് എന്ന് പറയുന്നത് 5 years ago. അപ്പൊ അത് സം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് 90 ഉണ്ട്. എങ്ങനെ 90 വന്നേ? 105 ആയിരുന്നു ഇപ്പം. 5 വർഷം മുന്നേ ഓരോരുത്തരുടെ 5 വയസ്സ് കുറച്ചു. ഇപ്പൊ 15 വയസ്സ് കുറച്ച് 90 എന്ന് കിട്ടി. എക്സ് എന്ന് പറയുന്ന 5 കിട്ടി. പിന്നെ നിഖിലിന്റെ ഏജ് 40 ഇയേഴ്സ് എന്ന് കിട്ടി. അത് 5 വർഷം മുന്നേ ആണ്. ഇപ്പോഴത്തെ ഏജ് എത്രയാ? 45 എന്ന് കിട്ടും. 45 ഓപ്ഷൻ സി. അതാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഈ പർട്ടിക്കുലർ കേസിൽ നമുക്ക് ഓപ്ഷൻ സി വളരെ ഈസി ആയിട്ട് കിട്ടുമായിരുന്നു. ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ എടുത്തു. ഫസ്റ്റ് ഓപ്ഷൻ 35 ഇയേഴ്സ്. 35 ഇയേഴ്സ്. ഫസ്റ്റ് ഓപ്ഷൻ 35 ഇയേഴ്സ്. 35 ഇയേഴ്സ് ആണെങ്കിൽ എന്ത് വരും? ഇപ്പൊ പ്രസന്റ് ഏജ് ഓഫ് നിഖിൽ 35 ആണെങ്കിൽ 5 years ago എത്രയായിരിക്കും? 30 ആയിരിക്കും. 30 ആയിരിക്കും. 4:6:8 ആണ് അവരുടെ റേഷ്യോ. അപ്പൊ 5 years ബിഫോർ ആകുമ്പോൾ ഇത് 30 ആണ്. അപ്പൊ 8ന്റെ മൾട്ടിപ്പിൾ അല്ല അത് വരുന്നത്. 8ന്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ബാക്കിയെല്ലാം ഡെസിമൽ ആയി പോകും. അപ്പൊ എന്ത് പറ്റും? നമുക്കിത് ചെയ്യാൻ പറ്റത്തില്ല. അടുത്ത ഓപ്ഷൻ ബി. 40 ഇയേഴ്സ് എടുത്താൽ 40 ഇയേഴ്സ് എടുത്താൽ റേഷ്യോ 4:6:8 ആണ്. 5 വർഷം മുന്നേ അത് 35 ആണ്. അത് 8ന്റെ മൾട്ടിപ്പിൾ അല്ല. അടുത്ത ഓപ്ഷൻ 45 ഇയേഴ്സ്. 45 ഇയേഴ്സ് എടുത്താൽ എന്ത് വരും? 4:6:8. 8ന്റെ മൾട്ടിപ്പിൾ തന്നെ കിട്ടത്തില്ലേ? 5 വർഷം മുന്നേ 40.
അപ്പൊ ഏജിന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പം അത് മാത്രമേ ഉള്ളൂ ഓപ്ഷനിൽ 8ന്റെ മൾട്ടിപ്പിൾ വരുന്നത്. ഏത് 5 ഇയേഴ്സ് ബാക്കിൽ, 45 അല്ല 5 ഇയേഴ്സ് ബാക്കിൽ. ഓക്കെ, ഓപ്ഷൻ സി എന്ന് കിട്ടും. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഓപ്ഷൻ നോക്കുമ്പോൾ തന്നെ മനസ്സിലാകുമായിരുന്നു എന്താണ്, ആകെ ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ കറക്റ്റ് ആയിട്ട് ആ റേഷ്യോയിൽ മാച്ച് ചെയ്യുന്ന ആ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് 45 ഇയേഴ്സ് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ 24. The present age ratio between Arjit and Kamal is 4:3. Present age ratio between Kamal and Rakesh is 6:3. Find the sum of present ages of Arjit and Kamal. 20, 22, 24. Data inadequate. അതായത് ഏജ് റേഷ്യോ വന്നിട്ടുണ്ട്, അർജിത്തും കമലും തമ്മിലുള്ള ഏജ് റേഷ്യോ വന്നിട്ടുണ്ട് എത്രയാണ്, 4:3. കമലും രാകേഷും തമ്മിലുള്ള ഏജ് റേഷ്യോ വന്നിട്ടുണ്ട് 6:3. ഈ രണ്ട് ഏജ് റേഷ്യോസ് ആണ് നമുക്ക് തന്നേക്കുന്നത്. നമ്മൾ ചോദിച്ചേക്കുന്നത് അർജിത്തിന്റെയും കമലിന്റെയും ഏജിന്റെ സം എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. എങ്ങനെ ചെയ്യും? ഓപ്ഷൻസ് ഏതൊക്കെയാ? 20, 22, 24. ഡാറ്റ ഇന്നാഡിക്വേറ്റ്. എങ്ങനെ ചെയ്യും നമ്മളിത്? അപ്പൊ നമുക്കിവിടെ അർജിത്തും കമലിന്റെയും റേഷ്യോ വന്നിട്ടുണ്ട്, കമലും രാകേഷിന്റെ റേഷ്യോ ഉണ്ട്. ഇപ്പൊ ഇവർ മൂന്നുപേരും തമ്മിലുള്ള റേഷ്യോ നമുക്ക് കിട്ടും. ഒന്നെങ്കിൽ ഇവരുടെ ആരുടെയും ഒരാളുടെ ഏജ് നമുക്ക് തരണം, അല്ലെങ്കിൽ ഇവരുടെ ആരുടെയും മൊത്തം പേരുടെ സം നമുക്ക് തരണം. അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ തന്നാലേ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് റേഷ്യോ മാത്രമേ കണ്ടുപിടിച്ച് വെക്കാൻ പറ്റത്തുള്ളൂ, കറക്റ്റ് വാല്യൂ നമുക്ക് ഒരിക്കലും കിട്ടത്തില്ല. അപ്പൊ നമുക്ക് എന്താണ്, ഡാറ്റ ഇന്നാഡിക്വേറ്റ് ആണ്. അതായത് ഓപ്ഷൻ ഡി, ഡാറ്റ ഇന്നാഡിക്വേറ്റ്. അതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്, ഓപ്ഷൻ ഡി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. അടുത്ത ക്വസ്റ്റ്യൻ 25ാമത്തെ ക്വസ്റ്റ്യൻ. 25. Farah got married 8 years ago. Today her age is 1/2/7 times her age at the time of her marriage. At present her daughter's age is 1/6 of her age. What was her daughter's age 3 years ago? 4, 3, 6, none of these. എന്താ പറയുന്ന ക്വസ്റ്റ്യനില്, ഫറ എന്ന് പറയുന്ന ഒരാൾ 8 വർഷം മുന്നെയാണ് കല്യാണം കഴിച്ചത്. ആ ആളുടെ ഇപ്പോഴത്തെ ഏജ് എന്ന് പറയുന്നത് 1/2/7 ടൈംസ് ഹെർ ഏജ് അറ്റ് ദ ടൈം ഓഫ് മാരേജ്. മാരേജ് സമയത്ത് ഏജിനെക്കാട്ടിലും 1/2/7 ടൈംസ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അറ്റ് പ്രസന്റ് ഡോട്ടേഴ്സ് ഏജ് എന്ന് പറയുന്നത് ആ ഫറയുടെ ഏജിന്റെ 1/6 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് വാസ് ഹർ ഡോട്ടേഴ്സ് ഏജ് 3 years ago? അപ്പൊ നമുക്ക് തന്നേക്കുന്ന ഇൻഫർമേഷൻ നമുക്ക് എഴുതാം. അപ്പൊ ഫറയുടെ പ്രസന്റ് ഏജ് ഇത് കാണുന്നുണ്ടെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും, പക്ഷെ ഫറയുടെ പ്രസന്റ് ഏജ് നമുക്ക് ഓരോ തന്നേക്കുന്ന ഡേറ്റ എടുത്ത് എഴുതി കഴിയുന്നതാണ് വളരെ സിമ്പിൾ ആണ്. ഫറയുടെ പ്രസന്റ് ഏജ് എക്സ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ പ്രസന്റ് ഏജ് എന്ന് പറയുന്നത് 1/2/7 ടൈംസ് എന്നിട്ടുണ്ട്. 1/2/7 ടൈംസ് എന്ന് പറയുന്നത് എന്താണ്, കൺവേർട്ട് ചെയ്യുന്നത് 7 + 2 9, 9/7. മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോവ് ഫ്രാക്ഷൻ ആക്കി 9/7 എന്ന് കിട്ടി. 9/7 ഇൻറ്റു കല്യാണം കഴിച്ച സമയത്തെ ഏജ്. കല്യാണം കഴിച്ച സമയത്ത് 8 വർഷം മുന്നെയാണ് കല്യാണം കഴിച്ചേക്കുന്നത്. അപ്പം x - 8. ശരിയല്ലേ എഴുതിയേക്കുന്നത്? ടുഡേ ഹെർ ഏജ് ഇസ് 1/2/7 ടൈംസ് ഹെർ ഏജ് അറ്റ് ദ ടൈം ഓഫ് ഹർ മാരേജ്. സിംപ്ലിഫൈ ചെയ്യാം. ഇത് 7x ഇങ്ങോട്ട് വന്നു, 9x - 72. 2x എന്ന് പറയുന്നത് 72, x എന്ന് പറയുന്നത് 36 ഇയേഴ്സ് എന്ന് വരും. അതായത് നേരെ തന്നെ നമുക്ക് എന്ത് കിട്ടി, ഫറയുടെ പ്രസന്റ് ഏജ് കിട്ടി. ഫറയുടെ പ്രസന്റ് ഏജ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി എന്താണ്, ഡോട്ടറിന്റെ ഏജ് എന്ന് പറയുന്നത് എന്താണ്, ഡോട്ടറിന്റെ ഏജ് 1/6 തന്നിട്ടുണ്ട്. വളരെ ഈസിയാണ്, 6 ഇയേഴ്സ് എന്ന് കിട്ടി. ഡോട്ടറിന്റെ പ്രസന്റ് ഏജ് ആണോ നമ്മൾ ചോദിച്ചേക്കുന്നത്? അല്ല, അതാണ് മിസ്റ്റേക്ക് വരുന്നത്. എന്താ ചോദിച്ചേക്കുന്നത്, വാട്ട് വാസ് ഹർ ഏജ്, ഡോട്ടേഴ്സ് ഏജ് 3 years ago. 3 years ago എന്ത് വരും, 6 - 3, 3 years എന്ന് വരും. നമ്മുടെ ആൻസർ 3 years ആണ്. ഈ 6 3 ഓപ്ഷനിൽ കിടക്കുന്നതുകൊണ്ട് ആദ്യം കയറി 6 മാർക്ക് ചെയ്ത് എന്ത് ചെയ്യണം, 3 years ago ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ 6 - 3, 3 years എന്ന് വരും. 3 years, ഓപ്ഷൻ ബി 3 years എന്ന് വരും. ഇനി ഒന്നുകൂടെ പറയാം, ഫറയുടെ പ്രസന്റ് ഏജ് എക്സ് ആയിട്ട് എടുത്തു. ഓക്കെ, ആ പ്രസന്റ് ഏജ് എന്ന് പറയുന്നത് 1/2/7, അത് പറഞ്ഞാൽ 9/7 ആണ്. 1/2/7 ടൈംസ് ഏജ് അറ്റ് ദ ടൈം ഓഫ് മാരേജ് ആണ്. മാരേജിന്റെ സമയത്ത് എത്രയാണ് ഏജ്, x - 8 ആണ്. 8 വർഷം മുന്നെയാണ് കല്യാണം എന്ന് പറയുന്നുണ്ട്. അപ്പം 9/7 ഇൻറ്റു x - 8 അത് സോൾവ് ചെയ്യുന്നതുകൊണ്ട് ഫറയുടെ പെർസെന്റേജ് കിട്ടി. ഫറയുടെ പെർസെന്റേജ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ 1/6 ആണ് എന്ത്, ഡോട്ടറിന്റെ ഏജ്. അപ്പൊ 6 years എന്ന് കിട്ടും. ഡോട്ടറിന്റെ പെർസെന്റേജ് കിട്ടിക്കഴിഞ്ഞാൽ 3 വർഷം കുറച്ചാൽ 3 years അഗോയിലുള്ള ഏജ് കിട്ടും. 3 years എന്ന് കിട്ടും. ഓപ്ഷൻ ബി 3 years എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ 26ാമത്തെ ക്വസ്റ്റ്യൻ. 26. The average of the ages of a man and his daughter is 34 years. If the respective ratio of their ages 4 years from now is 14:5, what is daughter's present age? 10, 12, 18, none of these. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്, ഒരു മാനും ഒരു ഫാദറും ഒരു ഡോട്ടറിന്റെയും ആവറേജ് ഏജ് എന്ന് പറയുന്നത് 34 വയസ്സാണ്. അവരുടെ ഏജിന്റെ റേഷ്യോ 14:5 ആണ് 4 വർഷം കഴിയുമ്പോൾ. അങ്ങനെയാണെങ്കിൽ ഡോട്ടറിന്റെ പ്രസന്റ് ഏജ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡോട്ടറിന്റെ പ്രസന്റ് ഏജ്
4 years from now, 4 years later, മാൻ്റെ ഡോട്ടറിന്റെ ഏജിന്റെ റേഷ്യോ 14:5 ആണ്. നമുക്ക് എന്തെടുക്കാം? 14x ഉം 5x ഉം ആണെന്ന് വിചാരിക്കുക 4 years later. അപ്പൊ പെർസെന്റേജ് എന്ത് കിട്ടും? പെർസെന്റേജ് എന്ത് വരും? ഒരു 4 കുറച്ചാൽ പോലെ 14x - 4 ഉം 5x - 4. ഇതാണ് എന്ത്? മാൻ്റെ ഡോട്ടറിന്റെ പെർസെന്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എന്താ വേറെ തന്നേക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറഞ്ഞേക്കുന്നത്? അവരുടെ ആവറേജ് ഏജ് 34 എന്നിട്ടുണ്ട്. ആവറേജ് ഏജ് 34 ആണെങ്കിൽ സം എത്ര ആയിരിക്കും? ആവറേജ് 34 ആണ് രണ്ടുപേരുടെ എങ്കിൽ സം എത്ര ആയിരിക്കും? ഇതിന്റെ ഇൻറ്റു 2 ചെയ്താൽ പോലെ 68 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ 14x - 4 പ്ലസ് 5x - 4 എന്ന് പറയുന്നത് 68 എന്ന് കിട്ടും. 19x എന്ന് പറയുന്നത് 76 എന്ന് കിട്ടും. എക്സിന്റെ വാല്യൂ 4 എന്ന് കിട്ടും. എക്സിന്റെ വാല്യൂ 4 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡോട്ടറിന്റെ ഏജ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ 5 × 4 - 4 എന്ത് കിട്ടും? 16 ഇയേഴ്സ് എന്ന് കിട്ടും. ഡോട്ടറിന്റെ പ്രസന്റ് ഏജ് എന്ന് പറയുന്നത് 16 വയസ്സാണ്. നൺ ഓഫ് ദീസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് എന്ന് കിട്ടും. നമുക്ക് എങ്ങനെ വേണമെങ്കിലും സോൾവ് ചെയ്യാം. ഞാൻ 4 years ലേറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതേ ഉള്ളൂ. മറ്റേ ഡേറ്റയിൽ നിന്ന് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം, ഇതിൽ നിന്ന് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്തിട്ട് പോവാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പൊ 4 years ലേറ്റർ മാൻ്റെ ഡോട്ടറിന്റെ ഏജ് 14:5 റേഷ്യോയിലാണ്. അപ്പൊ എത്ര? 14x ഉം 5x ആണ് അവരുടെ ഏജ്. അപ്പൊ പെർസെന്റേജ് എന്താ? ഒരു 4 കുറച്ചു 14x - 4 ഉം 5x - 4. അപ്പൊ ഇത് കൂട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് 68 കിട്ടും. എങ്ങനെ 68 വന്നേ? അവരുടെ ആവറേജ് ഏജ് 34 ആണെന്നറിയാം. അപ്പൊ സം എത്രയാ? 68 ആണ്. ഇൻറ്റു 2 ചെയ്താൽ മതി, 68 കിട്ടി. അത് ഇക്വേറ്റ് ചെയ്ത് സോൾവ് ചെയ്ത് എക്സിന്റെ വാല്യൂ കിട്ടി. ഡോട്ടറിന്റെ പെർസെന്റേജ് എന്ന് പറയുന്നത് 5x - 4 ആണ്. 5 × 4 - 4. അപ്പൊ എന്ത് കിട്ടും? 16 ഇയേഴ്സ് എന്ന് കിട്ടും. 16 ഇയേഴ്സ്. ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് എന്ന് കിട്ടും. നൺ ഓഫ് ദീസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. 27. The age of a father 10 years ago was thrice the age of his son. 10 years hence, the father's age will be twice that of his son. The ratio of their present age is 8:5, 7:3, 9:5, 5:2. എന്താ പറഞ്ഞേക്കുന്നത്? ഫാദറിന്റെ ഏജ് 3 times the age of the son ആണ്. എപ്പോഴാണ്? 10 വർഷം ബാക്കിൽ. 10 വർഷം കഴിയുമ്പോഴോ ഫാദറിന്റെ ഏജ് എന്ന് പറയുന്നത് ട്വൈസ് ദ ഏജ് ഓഫ് ദ സൺ ആണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ഏജിന്റെ റേഷ്യോ എത്രയാണ്? സിമ്പിൾ ആണ്. അപ്പൊ ഫാദറിന്റെയും സണ്ണിന്റെയും റേഷ്യോ എന്ന് പറയുന്നത് 3:1 ആണ്. സണ്ണിന്റെ 3 times ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, ഫാദറിന്റെ സണ്ണിന്റെ റേഷ്യോ 2:1 ആണ്. എപ്പോഴാണ്? 10 വർഷം കഴിയുമ്പോൾ. അപ്പൊ ഇവർ തമ്മിലുള്ള ടൈം ഗ്യാപ്പ് എത്രയാണ്? 20 ഇയേഴ്സ് അല്ലേ? ഇത് 10 years ago ആണ്. 10 years ago ആണ്. ഇതെന്ന് പറയുന്നത് എന്താ? 10 years hence അല്ലെങ്കിൽ 10 years later ആണ്. 10 വർഷം മുന്നേ 3:1, 10 വർഷം കഴിയുമ്പോൾ 2:1. അപ്പൊ ഇവർ തമ്മിലുള്ള ടൈം ഗ്യാപ്പ് എന്ന് പറയുന്നത് എത്ര? 20 വർഷമാണ്. 2 റേഷ്യോ കിട്ടി, ടൈം ഗ്യാപ്പും കിട്ടി. നമുക്ക് ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 3 × 1 3 - 2 × 1 അപ്പൊ എന്ത് കിട്ടും? 3 - 2 1 എന്ന് കിട്ടി. ഇനി ഫസ്റ്റ് റേഷ്യോയുടെ കോൺസ്റ്റന്റ് കിട്ടണ എന്ത് ചെയ്യണം? നമുക്ക് ടൈം ഇൻറ്റു ഈ റേഷ്യോയുടെ ഡിഫറൻസ് 1 ഡിവൈഡഡ് ബൈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തതിന്റെ ഡിഫറൻസ് 1. അപ്പൊ എന്ത് കിട്ടി? 20 എന്ന് കിട്ടി. 20 ആണ് നമ്മളുടെ റേഷ്യോയുടെ കോൺസ്റ്റന്റ്. അപ്പൊ ഈ റേഷ്യോയുടെ കോൺസ്റ്റന്റ് 3:1 റേഷ്യോയുടെ കോൺസ്റ്റന്റ് കിട്ടി 20 ആണ്. അപ്പൊ 3 × 20 60, 1 × 20 20 എന്ന് കിട്ടി. അപ്പൊ അതെന്താണ്? ഫാദറിന്റെ ഏജ് 60ഉം സണ്ണിന്റെ ഏജ് 20ഉം ആണ്. എപ്പോഴാണ്? 10 വർഷം മുന്നേ. ചോദിച്ചേക്കുന്നത് എന്താ? പ്രസന്റ് ഏജ് ആണ്. അപ്പൊ പ്രസന്റ് ഏജ് ആകുമ്പോൾ എന്ത് വരും? പ്ലസ് ഒരു 10 കൂടെ കൊടുക്കണം. അപ്പം 70:30 ആണ്. റേഷ്യോ എന്ത് വരും? 7:3 എന്ന് വരും. 7:3. ഓപ്ഷൻ ബി 7:3 എന്ന് വരും. ഓപ്ഷൻ ബി 7:3. പിന്നെ അതെന്തായിരുന്നു പറഞ്ഞിരുന്നത്? 10 വർഷം ബാക്കിലോട്ട് പോകുന്നുണ്ടെ ഫാദറിന്റെ ഏജ് 10 years ago ഫാദറിന്റെ ഏജ് എന്ന് പറയുന്നത് 3:1. അതായത് ഫാദർ ഏജ് പറയുന്നത് 3 times സൺ ഏജ് ആണ്. അപ്പൊ 3:1 എന്ന് എഴുതാം. 10 വർഷം കഴിയുമ്പോൾ 10 years hence ഫാദറിന്റെ ഏജ് എന്ന് പറയുന്നത് ട്വൈസ് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 2:1 എന്ന് എഴുതാം. അപ്പൊ 2 റേഷ്യോ കിട്ടി. ഇവിടെ തെറ്റാൻ പോകുന്നത് ഇവിടുത്തെ ടൈം ഗ്യാപ്പ് ആണ്. 10 വർഷം മുന്നേ 10 വർഷം ശേഷം. അപ്പൊ ടൈം ഗ്യാപ്പ് എത്ര? 20 വർഷമാണ്. ഇത് മിസ്റ്റേക്ക് വരരുത്. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിഫറൻസ് എടുക്കുക, 1 കിട്ടി. അത് ഡിനോമിനേറ്ററിൽ. ഓക്കെ, ഇനി ഫസ്റ്റ് റേഷ്യോയുടെ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണമെങ്കിൽ ടൈം ഇൻറ്റു രണ്ടാമത്തെ റേഷ്യോയുടെ ഡിഫറൻസ് അത് 1 ആണ്. 20 × 1/1. അപ്പൊ എന്ത് വരും? നമുക്ക് കോൺസ്റ്റന്റ് 20 എന്ന് കിട്ടി. 3 × 20 60, 1 × 20 20. അതാണ് 10 വർഷം എഗോ. ഇപ്പോഴത്തെ ഏജ് എത്ര? 17:30 ആണ്. റേഷ്യോ എടുക്കുന്നുണ്ടെ 7:3 എന്ന് കിട്ടും. 7:3 ഓപ്ഷൻ ബി എന്ന് കിട്ടും. ഓപ്ഷൻ ബി. ഓക്കെ, ക്ലിയർ അല്ലേ?